യെസ് മക്കളെല്ലാവരും വളരെ വളരെ ആവേശത്തിലാണ്. മക്കളെ ഹായ്, ഹാപ്പി ന്യൂ ഇയർ ഒരുമിച്ച് പറയാൻ നോക്കിയത് വിഷയമുള്ള കാര്യമല്ല. 2023 എന്ന് പറയുന്ന വർഷത്തിന് ശേഷം ഇതാ 2024 എന്ന് പറയുന്ന ഗംഭീരമായിട്ടുള്ള പുതുവർഷം വന്നിരിക്കുകയാണ്. വളരെയധികം സന്തോഷത്തിലാണ്, വളരെയധികം ആവേശത്തിലാണ് സൈലത്തിന്റെ മുഴുവൻ ടീമും. ഈ വർഷത്തെ ആദ്യ സെലിബ്രേഷൻ സൈലത്തോടെ തന്നെ ആയിരിക്കണം എന്നുള്ളത് ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യമായിരുന്നു, എല്ലാവരും നിർബന്ധമായിരുന്നു. ഈ ഒരു വർഷം ഏറ്റവും കൂടുതൽ കുട്ടികൾ എല്ലാ ക്ലാസ്സിലും വന്ന ഒരു വർഷം കൂടിയാണ്, ചരിത്രങ്ങൾ രചിച്ച ഒരു വർഷമാണ്. ക്രിസ്മസ് നാളുകളിൽ ഉണ്ടായിരുന്ന ക്രിസ്മസ് എക്സാമുകളിൽ ഉണ്ടായിരുന്ന ലൈവ് ക്ലാസ്സിലെല്ലാം നമ്മുടെ എല്ലാ ചാനലിലും വിദ്യാർത്ഥികൾ ഒരുപാട് പേര് വരികയുണ്ടായി. സൈലത്തിന്റെ തേരോട്ടമായിരുന്നു കഴിഞ്ഞ കുറെ നാളുകളായി കേരളം മുഴുവൻ കണ്ടുകൊണ്ടിരുന്നത്. ആ ക്ലാസ്സുകൾക്ക് ശേഷം ഉള്ള ഈ ഒരു ഗ്യാപ്പിൽ 10 ദിവസത്തെ ഈ ഒരു ഗ്യാപ്പിൽ ഒരുപാട് പേരാണ് താഴത്തെ കമന്റ് ബോക്സ് വന്നിരിക്കുന്നത്. ലൈവ് ക്ലാസ് എന്ന് പറയുന്ന ലൈവ് ക്ലാസ്സുകൾ കഴിഞ്ഞ ശേഷം പിന്നെ ലൈവ് ക്ലാസ്സുകൾ നമ്മൾ കോമ്പറ്റീഷനിലേക്ക് വന്നു. അതെ, ഓരോ ദിവസം കഴിയും തോറും ഇവർ വളരെയധികം എന്താ പറയുക, അവരുടെ ഡെയിലി ലൈഫിൽ റുട്ടീനായിട്ട് മാറിയിട്ടുണ്ട്. വൈകുന്നേരം എന്ന് പറഞ്ഞാൽ ലൈവ് ക്ലാസ് കാണാൻ റെഡി ആയിട്ട് വരുന്ന മക്കളായിരുന്നു. പെട്ടെന്ന് എക്സാം കഴിഞ്ഞു പറഞ്ഞാൽ ലൈവ് ക്ലാസ് ഒന്നും കാണാനില്ല. ഞങ്ങൾ എപ്പോഴും കാണുന്ന ആളുകളൊന്നും നമ്മുടെ വീടുകളിലില്ല, നമ്മുടെ മൊബൈലിലില്ല. എല്ലാവരും പെട്ടെന്ന് ഞങ്ങളെ വിട്ടുകഴിഞ്ഞ പോലെ ഉണ്ടായി എന്ന് ഒരുപാട് സങ്കടം പറയുകയുണ്ടായി. നിങ്ങൾക്ക് ഈ പുതുവർഷം നമ്മൾ ആരംഭിക്കാനായിട്ട് പോകുന്ന നിങ്ങളുടെ മുഴുവൻ ടീച്ചേഴ്സിനെയും ഇവിടെ അണിനിർത്തിക്കൊണ്ടാണ്. മറ്റൊരു വ്യത്യാസമുണ്ട്. കഴിഞ്ഞ കുറെ നാളുകളായി പാട്ടും പാടി ക്ലാസ് മാത്രം എടുത്തുകൊണ്ടിരുന്ന നിങ്ങളുടെ ടീച്ചേഴ്സ് എല്ലാവരും ഇപ്പോൾ തവളച്ചാട്ടം ചാടാൻ പോവുകയാണ്. ബലൂൺ നുള്ളിപ്പൊട്ടിക്കാനായിട്ട് പോവുകയാണ്. കോഴിയെ ഓടിച്ചിട്ട് മുട്ടയിരിപ്പിക്കാൻ പോവുകയാണ്. അങ്ങനെ കുറെ പ്രോഗ്രാമുകളാണ് ഇവിടെ കാണാനായിട്ട് പോകുന്നത്. അവരുടെ വേറെ എന്താ പറയാ പല രീതിയിലുള്ള നിങ്ങൾ കാണാൻ പോകുന്നത്. കണ്ടത് ടീച്ചേഴ്സിനെ അല്ല, നിങ്ങൾ കണ്ടത് ടീച്ചേഴ്സിനെ അല്ല. ഒരു കാര്യം ചോദിക്കട്ടെ, അപ്പൊ നമ്മൾ സാധാരണ വർഷം കാണുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഓരോരുത്തർക്കും ഞാൻ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ ഡേറ്റ് സൈൻ ചെയ്തിട്ട് ഡേറ്റ് ഇടുമ്പോൾ എന്തെങ്കിലും ഡേറ്റ് ഇടുമ്പോൾ മാസവും ഡേറ്റും കറക്റ്റായി ഇടും, 2023 ഇട്ട് പോകും. എല്ലാവർക്കും മൂന്നല്ല 2024 ഡേറ്റ് എഴുതുമ്പോൾ ഇനി 3 ഇല്ല 4 എന്നുള്ള കാര്യം ഓർക്കുക. ഞാൻ വിചാരിക്കും എന്റെ പ്രശ്നം എന്താ അറിയോ, നന്നാക്കാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല, ഒരു പ്രശ്നമില്ല, നല്ല സ്വഭാവമാണല്ലോ. ഇനി എന്ത് നന്നാക്കരുത്, നമ്മൾ നന്നായിട്ട് മാക്സിമം നിൽക്കുകയാണ്. ഇനി നന്നാക്കാൻ ഒരു കാര്യമില്ല എന്ന് പറയുമ്പോൾ ആൾ ഭയങ്കര സങ്കടത്തിലാണ്. ആൾക്ക് എന്തൊക്കെയാണ് നന്നാക്കേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾ എല്ലാവരും ലൈവിൽ പറയുക. എല്ലാവരും ഒരുപാട് ആൾക്കാർ അന്വേഷിക്കുന്നുണ്ട്. നിങ്ങൾ പറയുന്ന മുഴുവൻ ആൾക്കാർ ഇവിടെ വരും. ഞങ്ങൾ മാത്രമല്ല ഉള്ളത്. അറ്റ് എ ടൈം ഇവിടെ 4ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള മുഴുവൻ ക്ലാസ്സിലും ഈ ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനാൽ തന്നെ മുഴുവൻ ടീച്ചേഴ്സും ഇവിടെ അണിനിരക്കാനായിട്ട് പോവുകയാണ്. നിങ്ങൾ എല്ലാവരും ആകാശത്തോടെ കത്തിരിക്കുന്ന വേറെ പ്രധാന കാര്യം എന്ന് പറയുന്നത് ഉറപ്പായും മറ്റൊന്നുമല്ല, ആ 40 വിന്നേഴ്സ് ആരാണ് എന്നുള്ളത് തന്നെയാണ്. ന്യൂ ഇയർ സമ്മാനം. കഴിഞ്ഞ കുറെ നാളുകളായി ക്രിസ്മസ് വെക്കേഷൻ തൊട്ടുമുണ്ടായിരുന്ന എല്ലാ ലൈവ് ക്ലാസ്സിൽ നിങ്ങളുടെ ഹെവി ആയിട്ടുള്ള പാർട്ടിസിപ്പേഷൻ കൊണ്ട് തന്നെയാണ്, നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ നിങ്ങൾക്കായിട്ട് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം വെച്ചിരിക്കുന്നത്. ന്യൂ ഇയറിന് നിങ്ങൾക്ക് ഹെവി ആയിട്ടുള്ള സമ്മാനങ്ങൾ നൽകണമെന്ന് തീരുമാനിച്ചത്. അത് 1ഉം 2ഉം അല്ല, പിള്ളേർ 40 പേരാണ്. സാർ ഞാൻ വേറെ കാര്യം ആയിക്കോട്ടെ, ഇപ്പൊ 40 പേര് നമ്മൾ പറയണ്ടല്ലോ. അപ്പൊ ഒരു ക്ലാസ്സുള്ള കുട്ടിക്കാണ് 40 ആൾക്കാർ. എത്ര ക്ലാസ്സുകാർക്കാ കൊടുക്കുന്നത്? എല്ലാ ക്ലാസ്സുകളിലും ഉണ്ട്. ആ മുഴുവൻ കാര്യങ്ങളും ആരൊക്കെയാണ് എങ്ങനെയാണെന്നുള്ളതെല്ലാം നമ്മൾ നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ സെലക്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അതിനിടയ്ക്ക് ഇവരുടെ കുറച്ച് ഡാൻസും ബാറ്റും ഗെയിംസും മറ്റു കാര്യങ്ങളുണ്ടായിരിക്കും. വളരെ കുറഞ്ഞ സമയത്ത് നമുക്ക് മുഴുവൻ കാര്യങ്ങൾ തീർക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഗെയിമിൽ കടക്കാൻ തൊട്ട് മുൻപായിട്ട് ഈ ഗെയിമിൽ പങ്കെടുക്കാൻ പോകുന്ന മുഴുവൻ ആൾക്കാരെയും ഇങ്ങോട്ടൊന്ന് വരവേൽക്കുന്നുണ്ട്. നമുക്ക് എത്ര ടീംസ് ഉണ്ട് സാറേ? 2 ടീം ആക്കിയിട്ടുണ്ട്. നിങ്ങളുടെ അറിവിലുള്ള നിങ്ങൾ ഡെയിലി കാണാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ ആൾക്കാരെയും നമ്മൾ 2 ആക്കിയിട്ടുണ്ട്. തൽക്കാലം ടീം എ എന്നും ടീം ബി എന്നും പേര് നൽകിയിരിക്കുകയാണ്. ആ 2 ടീമിനെയും ഇങ്ങോട്ട് വിളിക്കും. 2 ടീമിനെയും ക്യാപ്റ്റൻ അവർ തന്നെ പരിചയപ്പെടുത്തും. 2 ടീമിന്റെ പേരും അവർ തന്നെ പറയും. അവരോടൊപ്പം നിങ്ങൾ എല്ലാവരും ആവേശത്തിലായിരിക്കണം. അവർ ഏത് ടീമിലാണ് കമന്റ് ചെയ്യണം, ഏത് ടീമുകാരാണ് നിങ്ങളെന്ന് കമന്റ് ചെയ്യണം. അവർ വന്നിട്ട് പേര് പറഞ്ഞു നിങ്ങൾ ഏത് ടീമാണെന്നുള്ളത് പറയുക. താഴത്തെ കമന്റ് ബോക്സിലെല്ലാം അവരുടെ സപ്പോർട്ട് നൽകുക. നമുക്ക് വളരെയധികം നിങ്ങൾ എല്ലാവരും ഒന്ന് ഫയറിട്ട് കത്തിക്കുകയാണെങ്കിൽ, എല്ലാ മക്കളെല്ലാവരും ഒന്ന് ഫയറിട്ട് കത്തിക്കുകയാണെങ്കിൽ നമുക്ക് ആ ടീമിനെ ഇങ്ങോട്ട് വിളിക്കാം. യെസ്, എല്ലാ മക്കളും എല്ലാവരും ആവേശത്തിലാണ്, ഗംഭീരമായി തന്നെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ടീം ഇങ്ങോട്ട് ഏത് സൈഡിൽ നിന്ന് വരും? ഈ സൈഡിൽ നിന്ന് വരും. പ്രതീക്ഷിക്കുന്നതാണ്. നോക്കട്ടെ, വരൂ. ടീം എ ഇനിയിപ്പോ വല്ല ആരവത്തിൽ വളരെയധികം ആവശ്യമാവുന്നത് കാണുന്നുണ്ട്. ഒരുപാട് ആളുകളുണ്ട്. എവിടുന്നൊക്കെയാണ് ആരൊക്കെ വന്നിരിക്കുന്നതിൽ ഒന്ന് അണിനിരന്ന് കണ്ട് ഇതാണ് നിങ്ങളുടെ ടീം. അവസാനിക്കാതെ 24 വരവാണ്.
കൊമ്പന്മാരാണോ? ഒരു ടീമും കൂടി വെയിറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഒന്ന് സൈഡിലോട്ട് മാറി നിൽക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് രണ്ടാമത്തെ ടീമിനെ കൊണ്ട് വരവേൽക്കാം. സാറേ, ടീം എ എത്രത്തോളം ആവേശമാണെന്നുള്ളത് നിങ്ങൾ കണ്ടു മനസ്സിലാക്കിയല്ലേ? ഇതിനേക്കാൾ ആവേശത്തിലാവണം രണ്ടാമത്തെ ടീം എന്ന് പറയുന്നത്. അത്രയും അടിപൊളിയായിട്ട് രണ്ടാമത്തെ ടീം, ഇവരെ തകർക്കാൻ വേണ്ടിയുള്ള രണ്ടാമത്തെ ടീമിനെ നമ്മൾക്ക് വരവേൽക്കാം. ടീം ബി. വരൂ സുഹൃത്തുക്കളെ, വരൂ വരൂ. മ്യൂസിക് നമ്മൾ കൊടുക്കണമെന്ന് സംശയം. സാർ നേരത്തെ പറഞ്ഞ കോഴി മുട്ട ഇടുന്ന സൂപ്പർ സൂപ്പർ. മാടപ്രാപികളെ പോലെ വന്നെങ്കിലും വളരെയധികം ഗർജിച്ചിട്ടാണ് അവർ നിൽക്കുന്നത്. ടീം അങ്ങോട്ട് മാറി നിൽക്കുക. ഇനിയിപ്പോ രണ്ട് ടീമും ഒരുമിച്ച് ഇങ്ങോട്ട് വരും. ഈ ടീം അങ്ങോട്ട് വന്നോട്ടെ നോക്കട്ടെ. മുഴുവൻ ടീമുകളെയും ചേർന്നു. അപ്പൊ മുഴുവൻ ടീം കാണുക. വേണമെന്നുള്ളവർക്കൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തൊന്ന് ഉഷാറാക്കാം. അപ്പൊ നമ്മൾ പുറത്തായി. ഇതാണ് മുഴുവൻ ടീം. ഇത് കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും പരിപാടി തീർന്നൊന്നുമില്ല, പരിപാടി തുടങ്ങാനായിട്ട് പോകുന്നേ ഉള്ളൂ. ഇപ്പോൾ തൽക്കാലം നിങ്ങൾ ചെയ്യണത് എല്ലാവരും സ്ക്രീൻഷോട്ട്. എല്ലാവരൊക്കെ ആവേശത്തിലാണ് സാറേ. സ്ക്രീൻഷോട്ട് ചിരിക്കണം. ഒന്നും ചെയ്യണ്ട. രണ്ട് ടീമിന്റെയും ക്യാപ്റ്റൻ ആരൊക്കെയാന്ന് പറഞ്ഞാൽ ആ രണ്ട് ക്യാപ്റ്റന്മാർ മാത്രം ഇവിടെ നിൽക്കുക. മുഴുവൻ ടീമും അങ്ങോട്ടേക്ക് മാറുക. ഒന്ന് ഗംഭീരം ഗംഭീരം. അപ്പൊ കുട്ടികൾ എല്ലാവരും വളരെയധികം ആവേശത്തിലാണ്. ടീം ക്യാപ്റ്റന്മാരെ കണ്ടപ്പോൾ തന്നെ, ടീമിലുള്ള മെമ്പേഴ്സിനെ കണ്ടപ്പോൾ തന്നെ എല്ലാവരും ഏത് ടീമിൽ പോകണം എന്നുള്ള കാര്യം ഇപ്പോൾ തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും. ബ്ലാസ്റ്റേഴ്സിനെ തല്ല മഞ്ഞലോച്ചനം കൊണ്ട് അറിയാണ്. അപ്പോൾ നിങ്ങൾ എത്ര ടീം, നിങ്ങൾ എത്രത്തോളം ജയിക്കുമെന്നുള്ള കാര്യവും നിങ്ങൾ എത്രത്തോളം ആവേശത്തിലാണുള്ള ഒരു 4 ഡയലോഗ് അയച്ചേക്ക്. അല്ല, ബാക്കിയുള്ള കാര്യം പ്രവൃത്തിയിലാണ്. നമ്മൾ തെളിയിക്കും. നമ്മുടെ ഡയലോഗ് ആയിരിക്കില്ല, നമ്മൾ പ്രവർത്തിച്ചാണ്. അത് ഡയലോഗിലൂടെ പറയുക. ഞങ്ങൾ പറയാനുള്ളത് ആദ്യത്തെ കാര്യം ഹാപ്പി ന്യൂ ഇയർ തന്നെയാണ്. ഇതൊരു കോമ്പറ്റീഷൻ ആണ്, ബട്ട് അറ്റ് ദ സെയിം ടൈം ഇതൊരു ഫ്രണ്ട്ലി കോമ്പറ്റീഷൻ ആണ്. ആര് ജയിക്കുന്നു തോൽക്കുന്നു എന്നതിനപ്പുറത്തേക്ക് നമ്മൾ ഈ ദിവസം ആഘോഷിക്കുകയാണ്. So we are going to celebrate and കാണാം. ടീമിന്റെ പേര് പറഞ്ഞില്ല. ഓക്കെ, ഞങ്ങളുടെ ടീമിന്റെ പേര് ടീം ബ്ലാസ്റ്റേഴ്സ്. കൊമ്പന്മാരും ബ്ലാസ്റ്റേഴ്സ് ട്രാൻസ്ലേഷൻ ഇല്ല. മഞ്ഞമ്പട. മഞ്ഞലോചന. ഓക്കെ, നിങ്ങൾ കുറച്ച് സൈഡ് മാറിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ബാക്കി കൈ ഒന്ന് മാറ്റാമോ? പിള്ളേർ ഏറ്റവും കൂടുതൽ ആവേശപൂർവ്വം കാത്തിരിക്കുന്ന പരിപാടിയുണ്ട്. നിങ്ങൾ എല്ലാവരും അടുത്തായിട്ട് ഇവരുടെ ഓരോ ഗെയിമും പാട്ടും എല്ലാം നിങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കും. അതിനപ്പുറത്ത് നിങ്ങൾ എല്ലാവരും നിങ്ങൾ ആരാണ് വിന്നേഴ്സ് 40 പേരെ തന്നെ കണ്ടെത്തേണ്ടതുണ്ട്. അതിലോട്ട് കടക്കുന്ന തൊട്ട് മുൻപായി സൈലും എപ്പോഴും നിങ്ങൾക്ക് ഓരോരോ കാര്യം തന്നുകൊണ്ട് നിങ്ങളെ ഞെട്ടിപ്പിച്ചു മാത്രമേ ഉള്ളൂ. ഓരോ ലൈവ് ക്ലാസ് കാണുമ്പോഴും പാരന്റ്സ് അതായത് സ്റ്റുഡൻസിന് അപ്പുറത്തുള്ള ഒരുപാട് പേർ ഞെട്ടുന്ന കാര്യം എന്ന് പറയുന്നത് എന്തുകൊണ്ട് സൈലത്തിൽ മാത്രം ഇത്രയും ആളുകൾ ക്ലാസ്സുകൾ കാണുന്നു. എക്സാമിന്റെ തലേ ദിവസത്ത് ടെൻഷൻ കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ എങ്ങനെയാണ് ബുക്കും അടച്ചു വെച്ചുകൊണ്ട് സൈലത്തിന്റെ യൂട്യൂബ് ക്ലാസ്സുകൾ കാണുന്നത്? ഇവർ പറഞ്ഞ ചോദ്യങ്ങൾ എങ്ങനെ ഇവർക്ക് കറക്റ്റായിട്ട്, എക്സാമിന് വരുന്ന ചോദ്യങ്ങൾ എങ്ങനെ ഇവർക്ക് കറക്റ്റായി പറയാൻ പറ്റുന്നു? ഒരുപാട് എക്സ്പെൻസിലൂടെ ഒരുപാട് ഞെട്ടിപ്പിക്കുന്ന ഒരുപാട് ചോദ്യങ്ങളാണ് നിങ്ങളുടെ സൈഡിൽ നിന്ന് വരുന്നത്. അപ്പോൾ അതിനെല്ലാം ആൻസർ നൽകിക്കൊണ്ട് തന്നെയാണ്, അതിനെ ഞെട്ടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഒരുപാട് വിദ്യാർത്ഥികൾ കഴിഞ്ഞ കുറേ ലൈവ് ക്ലാസ്സിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ നിങ്ങൾ ഇരിക്കുന്ന സപ്പോർട്ട് നൽകിയ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും സൈലം കോഴ്സുകളെല്ലാം തന്നെ വളരെയധികം എന്താ പറയുക, ഒരു വർഷത്തോളം പഠിക്കേണ്ട മുഴുവൻ കാര്യങ്ങളും നമ്മൾ കുറച്ച് ദിവസം കൊണ്ട് പഠിക്കാനുള്ള കൃത്യമായിട്ടുള്ള പ്ലാൻ റെഡിയാക്കിയിട്ടുണ്ട്. അതും വളരെ കുറഞ്ഞ ഫീസിൽ നിങ്ങളോട്ട് എത്തിക്കുന്നുണ്ട്. ആ കാര്യത്തിലോട്ട് ആദ്യം വേഗം കടക്കുകയാണ്. ചെറിയ കാര്യം പറയട്ടെ. അപ്പൊ സാറ് പറഞ്ഞല്ലോ ഒരുപാട് കുട്ടികൾ ഈ ക്ലാസ്സിൽ കാണും. ഇപ്പൊ അടുത്ത് നമുക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ആ മെസ്സേജിൽ ഇങ്ങനെയാണ് പറയുന്നത്, കുട്ടികൾ മാത്രമല്ല ക്ലാസ് എടുക്കാൻ പോകുന്ന ടീച്ചേഴ്സ് വരെ നമ്മുടെ ക്ലാസ് റെഫർ ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ അത് ഭയങ്കര സന്തോഷമാണ്. തീർച്ചയായിട്ടും അത് അത്രയും അതിനപ്പുറത്ത് ആ ടീച്ചേഴ്സ് തുറന്നു പറയാനുള്ള മനസ്സ്, ഞാൻ നിങ്ങളുടെ ക്ലാസ് കണ്ടിട്ടാണ് കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നതെന്ന് പറയാനുള്ള ആ മനസ്സ്, അതും ഞങ്ങളെ ഞെട്ടിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്.
നമുക്ക് വേഗം അതിലോട്ട് കിടക്കാം, പിന്നെ ഗിവ് വേയിലോട്ട് കിടക്കേണ്ടതുണ്ട്. യെസ്, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ന്യൂ ഇയർ സമ്മാനം എന്താണെന്ന് ഇവര് ആകാശവർക്ക് കാത്തിരിക്കുകയായിരിക്കും. ഇത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള മുഴുവൻ ക്ലാസ്സുകളിൽ മറ്റേ ടൈം ലൈവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുഴുവൻ ക്ലാസ്സുകൾക്കുമുള്ള മുഴുവൻ കാര്യങ്ങളും പറയേണ്ടതുണ്ട്. ഒരുപക്ഷെ ഇത് കാണുന്നത് ഇപ്പോൾ 8ലും 9ലും വിദ്യാർത്ഥികളാണ്. നിങ്ങൾക്ക് വേണ്ട ചേച്ചിയും ചേട്ടന്മാർക്കുമുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുക്കുന്നുണ്ടായിരിക്കും. ഓക്കെ സാറേ, പൊതുവെ ഒരു സംശയം പറയട്ടെ, ഇത് കണ്ട സമയത്ത് വെറും 2 മാസം കൊണ്ട് ഇപ്പം ഒരുപാട് ടെൻഷൻ ഉണ്ടാവും കുട്ടികൾ, ചില എക്സാമുകൾ ടഫ് ഉണ്ട് തോന്നുന്നുണ്ടാവും. അപ്പൊ ഈ 2 മാസം കൊണ്ട് ഈ കോഴ്സിന് ജോയിൻ ചെയ്താലുള്ള ബെനിഫിറ്റ്സ്, ഒന്നാമത്തെ ചാപ്റ്റർ മുതൽ അവസാനത്തെ ചാപ്റ്റർ വരെയുള്ള മുഴുവൻ കാര്യങ്ങളും, എക്സാമിന് വരുന്ന മുഴുവൻ കാര്യങ്ങളും ലൈവ് ക്ലാസ്സിലൂടെയാണ് എടുത്തിട്ട് പോകുന്നത്. കുറെ ക്ലാസ്സുകൾ റെക്കോർഡ് ആയിട്ടുണ്ട്. എല്ലാ ചാപ്റ്ററിനും റെക്കോർഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. പക്ഷേ തോന്നിയ സമയത്ത് നിങ്ങൾക്ക് ഇരുന്ന് കാണാം എന്ന് പറയുന്ന ഒരു ടീമല്ല. ഒന്നാമത്തെ ചാപ്റ്റർ മുതൽ അവസാനം വരെയുള്ള മുഴുവൻ സബ്ജക്റ്റിലെ മുഴുവൻ ടോപ്പിക്സും എല്ലാം ആദ്യം മുതൽ ലൈവ് ക്ലാസ്സിലൂടെ തന്നെ നിങ്ങൾക്ക് എടുത്തിട്ട് പോവുകയാണ്. അതിന് കൃത്യമായും വ്യക്തമായും തയ്യാറാക്കിയിരിക്കുന്ന പ്ലാൻ ഉണ്ട്. ആ പ്ലാൻ അനുസരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയിരിക്കുന്ന പുതിയ പ്രോഗ്രാമാണ് എൻഡ് ഗെയിം എന്ന് പറയുന്നത്. ക്രിസ്മസ് എക്സാമിന് മാത്രം ഒരുപാട് വിദ്യാർത്ഥികൾ വന്ന് ചോദിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്, സാർ ഇപ്പോൾ പഠിക്കാനുള്ള ഒരുപാട് ആഗ്രഹമുണ്ട്. കാരണം ഇതേ ക്ലാസ് ഞാൻ ഒരുപാട് ടീച്ചേഴ്സിന്റെ നിന്ന് കേട്ടിരുന്നു, ട്യൂഷന് പോയിട്ടും അല്ലാതെ സ്കൂളിൽ നിന്നും എല്ലാം കേട്ടിരുന്നു. പക്ഷെ അവിടെ ഇരിക്കുന്ന എനിക്കത് മനസ്സിലായിട്ടില്ല. പക്ഷെ ശൈലത്തിന്റെ ക്ലാസ് വരുമ്പോൾ എനിക്കത് മനസ്സിലായി. തീർച്ചയായും അത് എന്റെ പ്രശ്നമല്ല, എനിക്ക് പഠിപ്പിച്ചു തരുന്ന ടീച്ചേഴ്സിന്റെ പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കിയ വിദ്യാർത്ഥികൾ തുടർന്നും നിങ്ങളുടെ ക്ലാസ്സുകളിൽ ഇരിക്കണം, എല്ലാ ദിവസവും വൈകുന്നേരം നിങ്ങളുടെ ക്ലാസ്സുകളിൽ ഇരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പേരാണ് റിവിഷൻ ബാച്ച് ഉണ്ടോ ചോദിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി തന്നെ തയ്യാറാക്കിയിരിക്കുന്ന ഒരു കിടിൽ ഇതിനപ്പുറത്തൊന്നുമില്ല. നിങ്ങൾക്ക് ഈ ബോർഡ് എക്സാമിൽ ഫുൾ മാർക്ക് ഉറപ്പിക്കാൻ വേണ്ട മുഴുവൻ കാര്യങ്ങളും തരുന്ന ഒരു പ്രോഗ്രാമാണ് എൻഡ് ഗെയിം എന്ന് പറയുന്നത്. ആദ്യം തന്നെ എടുത്തു പറയട്ടെ, 12ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ എൻഡ് ഗെയിം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് 999 rupees മാത്രമേ ഉള്ളൂ എന്നുള്ളത് നോക്കുക. കോൺടാക്ട് ചെയ്യുക 9954000800. പരസ്യം പോലെ ആകുന്നുണ്ട്. സാർ, എനിക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുന്നത് എന്താ അറിയോ? നമ്മുടെ എമൗണ്ട് തന്നെയാണ്. 999 എന്ന് പറയുന്ന ഒരു എമൗണ്ട്, അത്രയും തുച്ഛമായിട്ടുള്ള ഒരു പൈസ കൊണ്ട് ഇത്രയും ക്വാളിറ്റി ഉള്ള ഒരു എഡ്യൂക്കേഷൻ കൊടുക്കാൻ സൈലത്തിന് മാത്രമേ കഴിയുള്ളൂ. ഇതിനോടൊപ്പം തന്നെ പ്ലസ് 2 ക്ലാസ്സിനോടൊപ്പം തന്നെ നീറ്റിന്റെ ക്രാഷും കീമിന്റെ ക്രാഷും ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. മക്കളെ, നീറ്റ് ക്രാഷ് ഓൺലൈനും ഓഫ്ലൈനും ഉണ്ട്. അതിന്റെ ഫീസും ഇവിടെ കൊടുത്തിട്ടുണ്ട്, കോൺടാക്റ്റിന്റെ നമ്പറും കൊടുത്തിട്ടുണ്ട്. ഒരു കാര്യം ഓർക്കുക, ഇപ്പോൾ നീറ്റ് ക്രാഷും കീം ക്രാഷും എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും നേരത്തെ പറഞ്ഞിരിക്കുന്ന എൻഡ് ഗെയിം എന്ന് പറയുന്ന പ്രോഗ്രാം 100% ഫ്രീ ആണ്. നിലവിൽ നമ്മുടെ അഗ്നി ബാച്ചിലും സൂപ്പർ കിങ്സിലും കിങ്സ് ലെവലിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും ഈ കോഴ്സ് 100% ഫ്രീ ആണ്. അതായത് നമുക്ക് 999 എടുക്കണം എന്ന് വിചാരിച്ച ആളുകൾക്ക് നീറ്റ് എഴുതാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് എടുക്കേണ്ട, പകരം ഇത് എടുത്താൽ മതി. ആ അഗ്നി ബാച്ചിലെ മുഴുവൻ കാര്യങ്ങളും, ബോർഡ് എക്സാമിന് ഫുൾ മാർക്ക് ഉറപ്പിക്കാനുള്ള മുഴുവൻ കാര്യങ്ങൾ എന്ത് ചെയ്യും, അതിൽ ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അതിനോടൊപ്പം തന്നെ ഇപ്പൊ നീറ്റിന്റെ ക്രാഷ് ആണ്. അടുത്ത നമുക്ക് പറയാനുള്ളത് കീം ക്രാഷ് ആണ്. ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ അല്ലേ? ഓൺലൈനും ഉണ്ട്, ഓഫ്ലൈനും ഉണ്ട്. കീം ക്രാഷും അതുപോലെ തന്നെയാണ്. അടുത്ത നമുക്ക് പറയാനുള്ളത് +1 കാര്യമാണ്. ഇതേ മക്കള് ഇതേപോലെ എൻഡ് ഗെയിം എന്ന് പറയുന്ന ഈ പ്രോഗ്രാം +1 മക്കൾക്കും കൂടെ കൊടുക്കുന്നുണ്ട്. അതേ സെയിം നമ്പർ തന്നെയാണ്, സെയിം ഫീസ് സ്ട്രക്ചറിലാണ് പോകുന്നുണ്ടായിരിക്കുക. ഇതിനപ്പുറത്ത് ഒരുപാട് പേർ ചോദിക്കുന്ന മറ്റൊരു കാര്യമാണ്, ഇപ്പോഴും പലർക്കും അറിയുന്നില്ല +1 +2 സൈലം കൊമേഴ്സ് ആരംഭിച്ചിരിക്കുന്ന കാര്യം. ഈ ക്ലാസ്സുകൾക്ക് താഴെ വന്നുകൊണ്ട് ചോദിക്കുന്ന ചോദ്യമാണ്, കൊമേഴ്സിന് ക്ലാസ് ഇല്ലേ എന്നുള്ളത്. കൊമേഴ്സിന് മാത്രമായി +1നും +2നും ഓരോ ചാനലുണ്ട്, യൂട്യൂബ് ചാനലുണ്ട്. അവിടെ എല്ലാം തന്നെ കഴിഞ്ഞ ഇംപ്രൂവ്മെന്റ് എക്സാം മുതൽക്കുള്ള എല്ലാ എക്സാമുകൾക്കും വേണ്ട ക്ലാസ്സുകളെല്ലാം ലൈവായിട്ട് നൽകിയിരുന്നു. ഒരുപാട് വിദ്യാർത്ഥികളാണ് കഴിഞ്ഞത് കുറേ ദിവസങ്ങളായി വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അറിയാത്ത ഒരുപാട് പേരുണ്ട്. അവർക്ക് എല്ലാവർക്കും വേണ്ടി ഒരിക്കൽ കൂടെ പറയുകയാണ്, യുവ ബാച്ചാണ് +1 കൊമേഴ്സിലുള്ള യുവ ബാച്ച്. അവർക്കുമുണ്ട് എൻഡ് ഗെയിം. നിങ്ങൾക്ക് +1 കൊമേഴ്സിലും +2 കൊമേഴ്സിലും ഒന്നാമത്തെ ചാപ്റ്റർ മുതൽ അവസാനത്തെ വരെ ചാപ്റ്ററിലുള്ള മുഴുവൻ കാര്യങ്ങളിലും നിങ്ങളോട്ട് എത്തിക്കാനുള്ള ഒരു പ്രോഗ്രാമാണിത്. നിങ്ങളുടെ അറിവിലുള്ള എല്ലാ കൊമേഴ്സ് വിദ്യാർത്ഥികളിലോട്ടും ഇതൊന്ന് എത്തിക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സിൽ ഒരുപാട് പേര് ഉണ്ടായിരിക്കും, ചേട്ടനോ ചേച്ചി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, എല്ലാവരോട്ടും എത്തിക്കുക. ഇത് +1 കൊമേഴ്സ് മാത്രമല്ല, +2 കൊമേഴ്സ് സെയിം ഫീസ് ആണ്. ഓക്കെ, ഇത് പറഞ്ഞ സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ക്ലാസ് തുടങ്ങാവുന്നത് January 2 അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി സമയമല്ല. അതുകൊണ്ട് മാക്സിമം ഇന്ന് തന്നെ വിളിച്ചുകൊണ്ട് നിങ്ങൾ എന്താക്കുക, നിങ്ങളുടെ ആ സീറ്റ് ബുക്ക് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഓരോ ദിവസം കഴിയുന്നതനുസരിച്ച് ഓരോ ചാപ്റ്ററുകളാണ് നിങ്ങൾ എന്താക്കുന്നത്, മിസ്സാവുന്നത്. അത് പിന്നെ നേടിയെടുക്കണമെങ്കിൽ നിങ്ങൾ വീണ്ടും എക്സ്ട്രാ സമയം എടുക്കേണ്ടി വരും. അതുകൊണ്ട് നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, എപ്പോഴാണോ നിങ്ങൾ കാണുന്നത് ആ സമയം തന്നെ നിങ്ങൾ വിളിച്ചുകൊണ്ട് എന്താക്കുക. നിങ്ങളുടെ എല്ലാം തന്നെ നമ്മൾ ആരംഭിക്കാൻ പോകുന്നത് December 2 ആണ്. നാളെ ഡിസംബർ അല്ല, December 2 ബർത്ത്ഡേ സാർ 23 അല്ലേ? December 2 ബർത്ത്ഡേ നാളെ നമ്മൾ ആരംഭിക്കാനായിട്ട് പോവുകയാണ്. ഇനി നമുക്ക് എല്ലാവർക്കും ആവശ്യത്തിലിരിക്കുന്ന ആ ഒരു കാര്യത്തിലോട്ട് കടക്കാം. 10 വിനേഴ്സ് നമുക്ക് സെലക്ട് ചെയ്യണം. 40 പേരെ നമുക്ക് സെലക്ട് ചെയ്യാനുണ്ട്. ഗെയിമിലോട്ട് കടക്കുന്ന തൊട്ട് മുൻപായിട്ട് ഗെയിമിന്റെ സെറ്റപ്പും മറ്റു കാര്യങ്ങളും ചെയ്യാറുണ്ട്. അവിടെ വളരെയധികം ആവശ്യത്തിലാണ്. ഗെയിമിന്റെ സെറ്റപ്പ് ഒക്കെ ചെയ്യാനുള്ള ചെറിയൊരു ഗ്യാപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യത്തെ 10 വിന്നേഴ്സിനെ സെലക്ട് ചെയ്യാം. നിങ്ങൾ കാത്തിരിക്കുന്ന ഇയർബഡ്സ് അല്ലെ 40 പേർക്കുള്ളത്. ആ 40 പേരിൽ ആദ്യ 10 പേര് ആരൊക്കെയാണെന്ന് അറിയുവാനായിട്ട് ദേ അങ്ങോട്ട് നോക്കാം. ഓക്കെ, Okay, Madhavan sir, Happy New Year.
സോ കൊമേഴ്സിലെ ആദ്യത്തെ 10 പേരെ നമ്മൾ സെലക്ട് ചെയ്യാൻ പോവാണ്. സോ സർ സ്റ്റാർട്ട്. ആദ്യത്തെ ഭാഗ്യവാൻ ആരാണ് നോക്കല്ലേ? കുട്ടികൾ അടിച്ചു മാറ്റാൻ പോവുകയാണ് നമ്മുടെ സർപ്രൈസുകൾ. കൊമേഴ്സുകാർക്ക് വേണ്ടി ആദ്യത്തെ. സോ ദ ഫസ്റ്റ് പേഴ്സൺ it is coming Fatima. So congratulations Fatima Ansari. So congratulations. So we can select the next person. Come on. കൊണ്ടിരിക്കുകയാണ്. യെസ് രണ്ടാമത്തെ ആള് ന്യൂ ഇയർ സമ്മാനത്തിലേക്ക്. സോ അനുമോൾ കെ ആണ്. സോ അനുമോൾ കെ. സോ we can go to the next one. അടുത്ത ഞാനും Sure, why not? ഓക്കേ. Okay. മൂന്നാമത്തെ ആൾ മൂന്നാമത്തെ ആൾ. വന്നോട്ടെ. യെസ് Okay. So Vignesh sir, come on. Vignesh sir, next one. Vignesh sir കൈ കൊണ്ട് അടുത്ത ആള്. ആരാണോ? Okay. നാലാമത്തെ ആളാണ്. യെസ് നോക്കൂ. യെസ് ഫാത്തിമ ഫർഹാനയാണ്. So the next അടുത്തതാണ് my hand. അടുത്തതാണ് നമ്മൾ സെലക്ട് ചെയ്യാൻ പോവാണ്. യെസ് ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ആദ്യത്തെ അടുത്താണ്. Yes, Aditya. Aditya Yes, is done. Congratulations. So the next person. Yes. Vignesh sir, okay. 40 പേർക്കുള്ള സമ്മാനങ്ങളാണ്. Okay, right. Yes. So Nikha Sharin is the next Congratulations, person. Nikha Sharin. So Vignesh sir, please. അടുത്ത ആള്. Yes. നോക്കാം അടുത്ത ഭാഗ്യശാലിയാണ്. Okay. Coming. നോക്കാം. Yes. So ആരവ് ശ്രീജിത്ത് ആണ്. So ആരവ് ശ്രീജിത്തിന് ശേഷം നമുക്ക് ആരാണെന്ന് നോക്കാം. Okay. Yes. Yes, Alvina Bichu. So any അടുത്ത Yes, Harake. So it's moving. Congratulations. Vignesh sir. Yes. Yes. Okay, പത്താമത്തെ ആളാണ് അവസാനത്തെ ആൾ ഈ റൗണ്ടിലെ 10ാമത്തെ ഭാഗ്യശാലി ശ്രീ മുഹമ്മദ് മുഹമ്മദ് നിഹാറാണ്. നിഹാറാണ്. So congratulations all the winners. റെഡി. യെസ് 10 വിന്നേഴ്സിനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. മക്കളെല്ലാവരും ആവേശത്തിലാണ്. നിങ്ങൾ ആരൊക്കെയാണ് വിന്നേഴ്സ് എന്ന് പറഞ്ഞാൽ തീർച്ചയായും താഴത്ത് കമന്റ് ബോക്സ് ഇടണം കേട്ടോ. നിങ്ങളാണ് വിന്നർ എന്നുണ്ടെങ്കിൽ വിന്നേഴ്സിന് എല്ലാവരും കൺഗ്രാജുലേഷൻ അറിയിക്കുക. യെസ് അടിപൊളിയായിട്ട് തന്നെ പോകുന്നുണ്ട്. എന്താ ഇവരാരും എന്താക്കില്ല ഷെയർ ചെയ്താൽ നമ്മൾ പറഞ്ഞു സാധാരണ ആ. സ്ഥിരമായിട്ട് പറഞ്ഞ Yes. സാധനം എല്ലാവരും പെട്ടെന്നൊന്ന് മാക്സിമം എന്താക്കാം അതില്ലാത്തൊരു കളിയില്ല ലൈവില് ഒരുപാട് ഞെട്ടിപ്പിക്കുന്ന ഗെയിമുകളാണ്. നിങ്ങൾ തൊട്ട് മുന്നേ കാണുമ്പോൾ ഉണ്ടായിരുന്ന സാധനങ്ങളല്ല ഇപ്പോൾ ഇവിടെ ഉള്ളത്. കാണില്ലേ പുതിയ ഒരുപാട് സാധനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ച് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നിങ്ങൾ മാത്രം പറഞ്ഞാൽ പോലെ മുഴുവൻ വിദ്യാർത്ഥികളോട്ട് എത്തിക്കുക, മുഴുവൻ കൂട്ടുകാരെ കൂടി വരാൻ പറയുക. വളരെയധികം ആവേശത്തിലാണ് നമ്മൾ കൊണ്ടുപോകാനായിട്ട് പോകുന്നത്. നിങ്ങൾ ഇപ്പോൾ വിന്നേഴ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അതിനപ്പുറത്ത് ഇനി 30 പേരെ നമുക്ക് സെലക്ട് ചെയ്യാനുണ്ട്. 30 പേരെ നിങ്ങൾ ആര് വേണമെങ്കിലും ആവാം. വിന്നേഴ്സ് സെലക്ട് ചെയ്യുന്ന കാര്യം എല്ലാവരെയും അറിയിക്കുക. ഇപ്പോൾ തന്നെ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് അല്ലെങ്കിൽ ഈ ലിങ്ക് മാക്സിമം എല്ലാ ഗ്രൂപ്പിലോട്ടും എത്തിക്കുക. ഇനിയിപ്പോൾ ഗെയിമിലോട്ട് നമ്മൾ കടക്കാനായിട്ട് പോവുകയാണ്. വളരെയധികം ആവേശത്തിലാണ് നമ്മൾ എല്ലാ ടീച്ചേഴ്സും കൂടിയിരിക്കുന്നത്. 2 ടീമിൽ നിന്ന് രണ്ട് ടീമിൽ നിന്നും രണ്ട് പേരെ വിളിക്കേണ്ടതുണ്ട്. വിളിച്ചതിന് ശേഷം അതിന്റെ റൂൾസും മറ്റു കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാം. സോ ആരൊക്കെയാണ് വരുന്നത് നമുക്ക് നോക്കാം. ടീം എയിൽ നിന്ന് ആരൊക്കെയാണ് വരുന്നത്? കുമ്പന്മാരിൽ നിന്ന് 2 ആളുകൾ. അതായത് ടീം എ എന്ന് പറയുന്ന പേര് അവരെ കൊണ്ട് മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. അടിപൊളി. സാറേ ഒരു കൊമ്പനും ഒരു കൊമ്പിയുമാണ് വന്നിരിക്കുന്നത്. ഈ ടീമിൽ നിന്ന് ഈ ടീം ടീം ബി തന്നെ. ഞങ്ങൾ ടീം ബി അറിയില്ല. ഇതാണോ ബ്ലാസ്റ്റേഴ്സ്? അപ്പൊ 2 ടീമിലെയും ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന ആളുകൾക്കും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി റൂൾസും മറ്റു കാര്യങ്ങൾ പറഞ്ഞുതരാനായിട്ട് പോവുകയാണ്. ഇവിടെ നിങ്ങൾ കാണാം ഓരോ ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ട്. ബാസ്ക്കറ്റിനകത്ത് ഓരോ ബലൂണും വെച്ചിട്ടുണ്ട്. ഈ ബലൂണിനെ എയറിൽ നിർത്തിക്കൊണ്ട് തന്നെ ഒറ്റ കൈ കൊണ്ട് തട്ടി എയറിൽ നിർത്തിക്കൊണ്ട് തന്നെ ഇവിടെയുള്ള ബോൾസ് എല്ലാം ഇതിനകത്തോട്ട് എടുത്തിടണം. ഓക്കെ, ആ കൈ കൊണ്ട് തന്നെയാണോ? ആ കൈ കൊണ്ട് തന്നെ. ഒരു കൈ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ആ ഒരു കൈ കൊണ്ട് നേരെ ബലൂൺ പറത്തുക. അതിനോടൊപ്പം തന്നെ ഓരോ ബോൾ എടുത്ത് ഇതിനകത്തോട്ട് ഇടുക. അങ്ങനെ ഏറ്റവും കൂടുതൽ ബാളുകൾ ഇടുന്ന ആളായിരിക്കും വിന്നർ ആയിരിക്കുക. ഈ പന്തുകൾ എന്തെങ്കിലും പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ ആ ബലൂൺ തട്ടിക്കൊണ്ട് തന്നെ അയാൾ പോയി ആ ബാൾ എടുത്തിട്ട് വരണം. അയാൾ നല്ല ആർക്കാണോ കൂടുതൽ പന്ത് വേണ്ടത് അയാൾ പോയി എടുത്തിട്ട് വരുക. എല്ലാം റൂൾസ് ക്ലിയർ ആണോ? റെഡി. താഴോട്ട് വീണു ഔട്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ ആളുകളുള്ളതാണോ നമ്മൾ നോക്കാം? ഏറ്റവും കൂടുതൽ പന്തുകളുള്ളത്
പന്തുകളുള്ള അപ്പൊ ഏറ്റവും കൂടുതൽ നമുക്ക് കിടക്കാം. യെസ്, എല്ലാവരും അവസരം വന്ന് നിന്നോളൂ. നിങ്ങൾ സീറ്റ് പിടിച്ചോളൂ. ഏത് ടീമാണ് ജയിക്കാൻ പോകുന്നത് എന്നുള്ളതും അതിനനുസരിച്ച് പോയിന്റുകൾ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. ഇല്ല, എനിക്ക് ചെറുപ്പം മുതലേ അറിയത്തില്ല. റെഡി 1 2 3 വരുമ്പോൾ പറഞ്ഞിട്ടാ എല്ലാവരും ബലൂർത്ത് കൈ പിടിച്ചോ. ഓ, അത് നന്നായിരിക്കും. ആരാണെങ്കിൽ ഒരു കോർഡിനേഷൻ ഇല്ലാതെ പരസ്പരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും അലമ്പ് കാണിക്കാം. ഓക്കെ, റെഡി. എല്ലാവരും ബലൂൺ കൈ പിടിച്ചു. പൊട്ടിയ ബലൂൺ ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ബലൂൺ മാറ്റാം. വിസിലടിപ്പിക്കാം. ഓക്കെ, നമ്മൾ വിസിലടിക്കാനുള്ള ഒരു ബൊമ്മ വാങ്ങി വെച്ചിട്ടുണ്ട്. ആ ബൊമ്മ ഇപ്പോൾ റെഡി റെഡി. ഒരു കൈ ഔട്ടായി. റെഡി. ഔട്ടായതാണോ, താഴത്ത് പോയതാണോ? വിഷയമില്ല. ഏറ്റവും കൂടുതൽ ഓക്കെ, ഏറ്റവും കൂടുതൽ ഔട്ടല്ല. അതന്നെ 1 മിനിറ്റ് നമ്മൾ പറഞ്ഞിരുന്നത്. പക്ഷെ ഗെയിം വളരെ ആവേശത്തിലായത് കൊണ്ട് തന്നെ നമ്മൾ ടൈം ശ്രദ്ധിച്ചില്ല. എങ്കിലും നിങ്ങളെല്ലാവരും നിങ്ങളുടെ ബോളുകളൊന്നും എണ്ണാവോ? എണ്ണാണോ എടുക്കുന്നത് അല്ലെങ്കിൽ അല്ല, ആദ്യം ഓരോരുത്തരും എണ്ണാം നമുക്ക്. എന്നിട്ട് ആഡ് ചെയ്യാം. എനിക്ക് മനസ്സിലായ കാര്യം ടീമിന്റെ ടോട്ടല് ഇവിടെ ആരാ? എണ്ണാ 9 11 13 15 17 മാക്സ് എടുക്കുന്ന ആള് നല്ല 23 26 28 എണ്ണം. ഇതിങ്ങനെയല്ലേ? എനിക്ക് ഗ്യാപ്പിൽ 4 ബാളുകൾ പറക്കിയിടുന്നുണ്ട്. എനിക്ക് തന്നെ സൂക്ഷിക്കുക. അല്ല, 3 4 7 ഒന്ന് വെച്ചെണ്ണ കണക്കോ. 15 17 19 21 കഴിഞ്ഞു. 23 25 27 വെട്ടിട്ടു. എത്ര ഉണ്ടായിരുന്നു? 34 28 34. റെഡി. അതായത് കളകളിലേക്ക് ഇത് ഗ്രൗണ്ട് കളിക്കുന്ന പോലെ അത്രയല്ലോ. അമ്പയറുടെ തീരുമാനം അന്തിമമായിരിക്കും. എല്ലാവരും ചേർന്ന് വരിക. യെസ്, അമ്പയർ പറയൂ. അമ്പയർ തീരുമാനം അന്തിമമാണ്. ടീം ബി ആണ്. പക്ഷേ വളരെയധികം സങ്കടത്തിലാണെങ്കിലും വിഷയമുള്ള കാര്യമല്ല. അടുത്ത ഗെയിമിൽ ഇവർ പൊടി പഠിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടുമില്ല. ഇവിടെ ടീം ക്യാപ്റ്റൻ പറയല്ലേ? ഗായത്രി കേൾക്കുമ്പോ സാർ ഒരു ഗായകിന്റെ ഒരു പേര്. തീർച്ചയായും ഗായത്രി വന്നിട്ട് പാട്ട് പാടുവോ? പാട്ട് വിളിച്ചു. ഒന്നും പറയാനില്ലേ? ജയിച്ചതിനെ കുറിച്ചൊന്നും പറയാനില്ലേ? തോറ്റതിനെ കുറിച്ചൊന്നും പറയാനില്ലേ? ഞാൻ എടുക്കാൻ വയ്യ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഡയലോഗ് അല്ല സാർ പറഞ്ഞത്. ഈ തോൽവിയെ കുറിച്ച് താങ്കൾ എങ്ങനെ നോക്കി കാണുന്നു? ഈ തോൽവിയിൽ വളരെയധികം ഉഡായിപ്പുകൾ നമ്മുടെ മിഥില മിസ്സിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. മനസ്സാവാച കർമ്മണ എന്ന് പറയുമ്പോൾ കുട്ടികൾ ഇതെല്ലാം കാണുന്നുണ്ട്. 4 ബലൂണിട്ട് കുട്ടികൾ കാണും. 3 ദൈവം കാണുന്നുണ്ട്. അതെ, 2 കൈ ഉപയോഗിച്ചു.
രണ്ട് കൈ ഉപയോഗിച്ചു. ഓക്കെ നമുക്ക് ഇനിയും നമ്മൾ വിജയം രണ്ട് കൈ ഉപയോഗിച്ചു. ഒരു കാര്യം മാത്രം പറഞ്ഞാൽ മതി. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ടീമിലെ ടീച്ചർ ബാസ്കറ്റ് എടുത്തുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ ബാസ്കറ്റ് തിരിച്ചു വെക്കാമായിരുന്നു. പക്ഷെ ബാസ്കറ്റ് വെച്ച് ബോൾ തട്ടി തട്ടി ഈ പ്രശ്നം സംസാരിക്കാനുണ്ടോ? ആദ്യത്തെ ഗെയിമില് ഞാൻ എല്ലാവരും ഇത് വളരെയധികം റെസ്പോൺസിബിലിറ്റി എടുക്കണം. മാത്രമല്ല അടുത്ത പ്രോഗ്രാമിൽ നിങ്ങൾ അത് തിരിച്ചടിക്കുമെന്ന് തീരുമാനിച്ചാൽ മതി. അത്രേ ഉള്ളൂ. മുട്ടയും കുട്ടി തട്ടിയിട്ട് ഇങ്ങനെ പറയാൻ അടുത്ത പക്ഷേ വളരെയധികം സങ്കടത്തിലാണെങ്കിലും നമ്മുടെ ഗായത്രി മിസ്സിനെ കൊണ്ട് ഒരു പാട്ട് പാടിപ്പിച്ച് ഗായത്രി മിസ് പോയി. നമ്മുടെ കൊമേഴ്സിന്റെ രോമാഞ്ച കഞ്ചുകം യെസ്, അല്ലേ? സ്വകാര്യ അഹങ്കാരം. ഇനി അതൊക്കെ ബിൽഡപ്പ് കൊടുക്കേണ്ടി പറഞ്ഞോളൂ. സ്ഥലത്തിന്റെ മുഴുവൻ ടീമിന്റെ സ്വകാര്യം ഇങ്ങോട്ട് വന്നോളൂ. കുഴപ്പമില്ല, പാട്ട് പാടിയാൽ മതി. പാട്ട് പാടിയാൽ മതി. ഓൾഡ് സോങ് ആണ്. हम तुम कितने पास कितने दूर है चांद सितारे, सच पूछो तो मन को झूठे लगते सारे, मैं सच्ची लगते ये धरती ये नदियाँ ये और तुम बड़ी अच्छी लगते ये धरती ये नदियाँ ये ഓക്കെ ഓക്കെ നമ്മളിതൊന്ന് നമുക്കത് പാട്ടിന് പോയിന്റ് ഉണ്ട്. ആ പാട്ടിന് പൂജ്യം പാട്ട് അല്ല, പാട്ടിന് നിറയെ പോയിന്റുകളുണ്ട്. പക്ഷെ അതിനോട് ആഡ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ വെച്ചോ. ഉറപ്പായും അടുത്ത ഗെയിമിൽ അവർ എല്ലാവരും അത് തകർത്തുടയ്ക്കും, തീർച്ചയായും മുന്നേറുമെന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ ആ ടീം മുഴുവൻ ഇവിടെ കരുത്താർജിച്ച് ഇവിടെ ഇരിക്കുന്നത്. അടുത്തതിൽ എന്നെ കൊണ്ട് ഇത് പറയിപ്പിക്കരുത്. ഇങ്ങനെ ഓരോ തവണ തോൽക്കുമ്പോൾ ഓരോ സങ്കട പാട്ടുകൾ നിങ്ങൾ റെഡിയാക്കി വെച്ചോളൂ. നീയും തെച്ചു വെച്ചോ. രണ്ട് പാട്ടുകാരെ സെലക്ട് ചെയ്താൽ റെഡി. അത് നമുക്ക് 10 വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നതുകൊണ്ട് അതിലോട്ട് കടക്കുന്നതിന് മുൻപ് കുറെ പേർ ചോദിക്കുന്നുണ്ടായിരുന്നു, ഞാൻ കാണുകയുണ്ടായി. അസ്ത്ര ബാച്ചിലെ വിദ്യാർത്ഥികൾക്കൊന്നും മുന്നിലേ എന്നുള്ള അവർക്ക് ഇതെല്ലാം കാര്യം നേരത്തെ തന്നെ നമ്മൾ അനൗൺസ് ചെയ്ത കാര്യമാണ്. അസ്ത്ര ബാച്ചിലുള്ള വിദ്യാർത്ഥികൾക്ക്, ഇന്ത്യ ബാച്ചിലുള്ളവർക്ക് എല്ലാവർക്കും ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. നോക്കുക, അസ്ത്ര ബാച്ചിലെ വിദ്യാർത്ഥികൾ ഇതേപോലെ തന്നെ കഴിഞ്ഞ കുറെ നാളുകളായി നമ്മുടെ ക്ലാസ്സുകൾ കണ്ടുകൊണ്ടിരുന്ന വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും എല്ലാവർക്കും നിങ്ങൾ ഒരുപക്ഷെ വേറെ ട്യൂഷൻ ക്ലാസ് ജോയിൻ ചെയ്തിട്ടുണ്ടായിരിക്കാം, ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരിക്കാം. വളരെ കുറഞ്ഞ ഫീസിൽ, വെറും 999 എന്ന് പറയുന്ന ഫീസിൽ നിങ്ങൾക്ക് ഒരു വർഷത്തെ മുഴുവൻ ക്ലാസ്സുകളും ആദ്യം മുതൽ അവസാനം വരെ ലൈവ് ക്ലാസ്സിലൂടെയും റെക്കോർഡ് ക്ലാസ്സുകളിലൂടെയും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലൂടെയും നിങ്ങൾക്ക് എടുത്തുതരാനായിട്ട് പോവുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മുഴുവൻ മാർക്കും ഉറപ്പിക്കാനുള്ള ഫുൾ സെറ്റപ്പും. ഈ എൻഡ് ഗെയിമിൽ ജോയിൻ ചെയ്താൽ ഒന്നും നോക്കാനില്ല, നിങ്ങൾക്ക് ഫുൾ A+ ആണ്. ഓക്കെ, എന്താ അപ്പൊ ഒരു ട്രോളിനുള്ള സാധനം റെഡി ആയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ പറയുന്നത് നിഞ്ച ടീമിനാണ്. നിഞ്ച ടീം ഇത് 10ാം ക്ലാസ് വിദ്യാർത്ഥികളേക്കാൾ കുറച്ചും കൂടെ പറയുന്ന സമയത്ത് സൈലത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ വന്ന നിഞ്ച എന്ന് പറയുന്നത് പവർ കാണിച്ചുള്ള വിദ്യാർത്ഥികൾ തന്നെയാണ്. അതിന് മുൻപുണ്ടായിരുന്ന പ്ലസ് 1 ഞാൻ അതിനെ കുറിച്ച് പറയേണ്ടതല്ലോ. പ്ലസ് 1 ബാച്ചിലായിരുന്നു ഒരുപാട് വിദ്യാർത്ഥികൾ വന്നിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ എല്ലാവരെയും ഞെട്ടിപ്പിച്ച്, എല്ലാ പ്ലാറ്റ്ഫോമിലും എല്ലാ ആൾക്കാരെയും ഞെട്ടിപ്പിച്ച ഒരു കൗണ്ട് ഉണ്ടാക്കിയത്. പക്ഷെ എല്ലാവരെയും അതിനപ്പുറത്തുള്ള ഞങ്ങൾ ഉണ്ടാക്കിയ കൗണ്ട് ഡബിൾ ആണ് വന്നിട്ടുണ്ടായിരുന്നത്. 45,000 അല്ലേ, 49,000 അവിടെ തിരുത്തുന്നുണ്ട്. 49,000 എടുത്തു പറയേണ്ടതാണ്. ഇതുവരെ കേരളത്തിൽ ഒരു പ്ലാറ്റ്ഫോമിനും ഒരു ടീച്ചേഴ്സിനും ഉണ്ടാക്കിയെടുക്കാൻ പറ്റാത്ത റെക്കോർഡാണെന്ന് പറയുന്നത്. ഒരു ലൈവ് അറ്റ് എ ടൈം ഒരേ സമയം, അത് രണ്ടും ഒന്നാണല്ലോ, വീട്ടിലിരുന്ന് എല്ലാവരും 49,000 50,000 വിദ്യാർത്ഥികൾ ഒരേ സമയം വരുന്നു. 200 പേരെ കുറവുള്ളൂ. 20,000 50,000 ഫോണുകളാണ്.
കമ്പയർ സ്റ്റഡി നടത്തുന്നവർ ഒരേ ഫോണിൽ 5 പേര് ഇന്ന് കാണുന്നുണ്ടായിരിക്കും. എത്ര പേരായിരിക്കും കാണുന്നുണ്ടായിരിക്കും നോക്കുക. ഏറെക്കുറെ അതായത് SLC പബ്ലിക് എക്സാം എഴുതാൻ പോകുന്നവരുടെ ഒരു 25% അധികം വിദ്യാർത്ഥികൾ ഒരേ സമയം നമ്മുടെ ക്ലാസ്സിൽ നിന്ന് കാണുന്നുണ്ട്. 9ാം ക്ലാസ് എന്ന് ഉദ്ദേശിച്ചത് 4 ലക്ഷം പിള്ളേർ. അപ്പൊ നിഞ്ച ടീമിന് ഇതേപോലെ തന്നെ അവർക്കും എൻഡ് ഗെയിം എന്ന് പറയുന്ന ഈ പ്രോഗ്രാം ഉണ്ട്. നോക്കുക, ക്ലാസ് 9 എന്ന് പറയുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അതേ പ്രോഗ്രാം ഉണ്ട്. ഡീറ്റെയിൽസ് മറ്റു കാര്യങ്ങളെല്ലാം കൊടുക്കുന്നത് 999 rupees ആണ്. നമ്മൾ ആരംഭിക്കുന്നു ജനുവരി 2 പറഞ്ഞാലോ എന്താ ഓൾറെഡി തീർച്ചയായിട്ടും 8ാം ക്ലാസ് ചോദിക്കണോ? എനിക്ക് തോന്നുന്നു ഇവരും അത്യാവശ്യം വലിയൊരു ഹിസ്റ്ററി ഉണ്ട് തീർച്ചയായും. പറയുമ്പോ ഒരു ഇത് കണ്ടില്ലേ, ഒരു എളിമ കണ്ടില്ലേ? എനിക്ക് തോന്നുന്നു ഒരുക്കി വെച്ചത് അടുത്ത ലൈവിൽ. റെഡി. അപ്പൊ 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ നമുക്ക് റെഡിയാക്കി കൊടുക്കാം. ഓക്കെ, യെസ് വരുന്നുണ്ട്. പോളി, ഒന്നും പറയാനില്ല. ഈ എൻഡ് ഗെയിം എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ചോളൂ, അവസാന സമയങ്ങളിൽ ഒരൊറ്റ മാസം കൊണ്ട് മുഴുവൻ മാർക്കും ഉറപ്പിക്കേണ്ട സാധനങ്ങളാണ് നിങ്ങൾക്ക് തരുന്നത് എന്നുള്ളത്. യെസ് 9995400800 നമ്മൾ കോൺടാക്ട് ചെയ്ത് നമുക്ക് സമയം കളയാണ്ടില്ല. നമുക്ക് തീർച്ചയായും എന്ത് ചെയ്യാം, അടുത്ത 10 വീനേഴ്സിലോട്ട് കടക്കാം. 40 പേരെ നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ട്. അതിൽ 10 പേരെ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. അടുത്ത 10 നമ്മൾ കടക്കാനായിട്ട് പോവുകയാണ്. അവിടെ നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ടീച്ചേഴ്സ് റെഡി ആയിരിക്കുകയാണ്. ആ മുഴുവൻ 10 പേരെ നമുക്ക് സെലക്ട് ചെയ്യാൻ നേരെ അങ്ങോട്ട് നീങ്ങാം. ഓക്കെ, അതെ സർ, ഞങ്ങൾ റെഡിയാണ്. അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെ കോമേഴ്സ് സ്റ്റുഡൻസ് ആണെന്ന്. അപ്പോൾ നമ്മൾ ബോബി സാർ സെലക്ട് ആക്കിയതിന് അടുത്ത 10 ആൾക്കാരെ നമ്മൾ നോക്കാൻ വേണ്ടി പോവാണ്. സോ ഫസ്റ്റ് ആരാ വരുന്നത് നോക്കാം. ആരായിരിക്കും? യെസ്, അലീന ശ്രീകുമാർ. അപ്പോൾ അലീന ശ്രീകുമാർ എന്ത് ചെയ്യുക, നമ്മുടെ ഇതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ അടിയിൽ കൊടുത്തിട്ടുള്ള ഈ നമ്പർ നിങ്ങളുടെ ഫോൺ നമ്പർ ആണെങ്കിൽ എന്ത് ചെയ്യാം, യെസ് ഇത് സ്ക്രീൻഷോട്ട് എടുക്കാം. താഴെ കാണുന്ന ലിങ്കിൽ നിങ്ങൾ ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിൽ അപ്ലോഡ് ചെയ്യാം. സോ ഇനി നെക്സ്റ്റ് ആരാണ് വരുന്നത്? ആരായിരിക്കും? സ്ഥിരമായിട്ട് ലൈവിൽ വരുന്ന ആരെങ്കിലും ആവട്ടെ അല്ലേ? അതെ, അർജുൻ PR. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പോവാം അല്ലേ? അർജുൻ PR ഇനി കമന്റിൽ ഇവിടെ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും താഴെ എന്തായാലും ഇതിന് സ്ക്രീൻഷോട്ട് എടുക്കാം. എന്നിട്ട് എന്തായാലും അപ്ലോഡ് ചെയ്യാം. ചിലപ്പോൾ എല്ലാവർക്കും എയർബഡ്സ് കിട്ടാനുണ്ട്. അതെ. സോ ഇനി നെക്സ്റ്റ് ഹിബ പർവീൻ. അതെ. സോ കൺഗ്രാറ്റ്സ് ഹിബ പർവീൻ. നെക്സ്റ്റിൽ ആരാ നോക്കാം. ദർശനയാണ്. ഓക്കെ, കൺഗ്രാറ്റ്സ് ദർശന. ഇനി വേഗം സെക്കൻഡ് ആരും അതെ. ലൈവിലുള്ള ആൾക്കാരായിരിക്കണേ ഇങ്ങനെ വിചാരിച്ചിട്ട് ഞാനും വിചാരിക്കുന്ന യുവ ബാച്ചിലുള്ള ആരെങ്കിലും ആയിരിക്കും. ഓക്കെ, അസിൻ മേരിയാണ്. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് അനീറ്റ. സോ നമ്മൾ അടുത്ത ആൾ അനീറ്റയാണ് വരുന്നത്. എല്ലാവർക്കും നമ്മൾ ജൈലം എയർപോർട്ട്സ് ഒക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എത്രയാണ് അനീറ്റ? ഞാൻ എണ്ണിയിട്ടുണ്ടായിരുന്നില്ല. മിസ് എണ്ണിയിട്ടുണ്ടായിരുന്നോ? 6 പേരായിട്ട്. ഹഷ്ന ഹസീം. സോ ഇനി നെക്സ്റ്റ് യെസ് വിനയ ആണ് നെക്സ്റ്റ് വരുന്നത്. ഇനി നെക്സ്റ്റ് അതെ, ഇത് ഉറപ്പാണ് യുവ ബാച്ച്. നോക്കാം. വെച്ചുണ്ടോ മിസ്? ഇല്ല, അതിന് കാര്യമില്ല. യെസ് ഗോകുൽ കൃഷ്ണൻ. അതെ, അപ്പോൾ നെക്സ്റ്റ് ആരാ? അപ്പൊ നമ്മള് വേറെ എനിക്കും കൂടെ ഉണ്ടായിരുന്നു. അല്ല ഇനി 20 അതെ, 20 ആൾക്കാരെ കഴിഞ്ഞു. ഇനി ഇതിന്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളെല്ലാം നിങ്ങൾ താഴെ കാണുന്ന ലിങ്കിൽ എന്തായാലും കമന്റ് ചെയ്യാം. ഇനി നെക്സ്റ്റ് അടുത്ത 20 ആൾക്കാരും നമ്മൾ അടുത്തേക്ക് നോക്കാം. എന്താ മാധവൻ സാർ, നമ്മൾ അടുത്ത പരിപാടിക്ക് പോവല്ലേ? റെഡി. യെസ്, ഗെയിമിനുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ഗംഭീരമായിട്ടുള്ള ഗെയിമിലോട്ട് കടക്കാനായിട്ട് പോവുകയാണ്. ഇനി അടുത്ത അടിപിടി ആരൊക്കെ തമ്മിലാണ്, എങ്ങനെയൊക്കെയാണ് ഏത് ടീമാണ് ജയിക്കുക എന്നുള്ളത് നിങ്ങളും ആവേശത്തിൽ കാത്തിരിക്കുകയാണ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ടീമിന് എല്ലാവരും തന്നെ വേഗം കമന്റ് ബോക്സ് ഒന്ന് ഉഷാറായിട്ട് കാണിക്കുക. കമന്റ് ബോക്സിൽ തന്നെ ഒരുപാട് അവർക്ക് ഓരോ ക്ലാസ്സിന് മാറി കാണുന്നുണ്ട്. എല്ലാത്തിലും ഓരോ ആൾക്കാരുണ്ട്. പുതിയ ഗെയിം എന്താണെന്ന് പറയുന്നതിന് മുൻപായിട്ട് 2 ടീമിൽ നിന്നും 2 ആൾക്കാരെ ഇങ്ങോട്ടേക്ക് ആരൊക്കെയാണ് സെലക്ട് നേതാവുകളാണ് വന്നിരിക്കുന്നുണ്ട്. അപ്പൊ കൊമേഴ്സിൽ നിന്ന് 2 പടയാളികളും ഇവിടെ പ്രത്യേകതയുണ്ട്. ഇവിടെ ക്യാപ്റ്റൻ ഇറങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ പോയിന്റ്, നഷ്ടപ്പെട്ട പോയിന്റ് തിരിച്ചു പിടിക്കാൻ ഇവിടെ ക്യാപ്റ്റൻ തന്നെ ഇറങ്ങിയിരിക്കുകയാണ്. ഒരാളങ്ങോട്ടുന്നുള്ളൂ. യെസ്,
4 പുലിക്കുട്ടികൾ ചുണക്കുട്ടികൾ ഒന്നും ഉണ്ടായിട്ടില്ല, ഉണ്ടാക്കാനാ. അപ്പൊ എന്താണ് ഗെയിം എന്നുള്ള കാര്യം Rule പറഞ്ഞു സാർ. റൂൾ പറഞ്ഞ് ഇത്ര മാത്രമാണുള്ളത്. ഇവിടെ 2 ആൾക്കാർക്കായിട്ട് ഒരു ബോക്സ് ഉണ്ട്, മറ്റ് 2 ആൾക്കാർക്ക് 2 ബോക്സ് ഉണ്ട്. ഈ ബോക്സ് ഇവിടെ പറയുന്ന ഷായ് സാറ് കുറെ കമാൻഡ് പറയും, അത് അതുപോലെ തന്നെ അനുസരിക്കണം. പറയുന്ന പോലെ ഒരു എക്സാമ്പിൾ 1-2 കാര്യങ്ങൾ പറയുകയാണെങ്കിൽ തലയിൽ തൊടൂ. എന്താ ഇതോ ക്രിമിനൽ ഒരു കൈ കൊണ്ട് അതിപ്പോ അവസാനം നമ്മൾ പറയുന്ന ഒരു കമന്റ് എന്ന് പറഞ്ഞാൽ ഈ ബോക്സ് എടുക്കാനാണ്. അപ്പൊ ഒരു കൈ കൊണ്ട് ഇത് റെഡിയാക്കി വെച്ചാൽ അടുത്ത കൈ കൊണ്ട് നിങ്ങൾക്ക് ബോക്സ് റെഡിയാക്കാം, അല്ലെങ്കിൽ 2 കൈ കൊണ്ട് തലയിൽ തൊടുന്നൊക്കെ പറയുമ്പോൾ എന്താണോ പറയുന്നത് അതനുസരിക്കുക. റോങ് ആയിട്ട് വരാനില്ല. പെട്ടെന്ന് അങ്ങനെ പറയുന്നതിന് ഇടയ്ക്ക് നിങ്ങളോട് പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ബോക്സ് എടുക്കാനായിരിക്കും. ബോക്സ് എടുക്കുമെന്നും പറയും, ബോക്സ് എടുക്കരുതെന്ന് പറയും. അത് പറയുന്നത് കൃത്യമായി നോട്ട് ചെയ്തുകൊണ്ട് മാത്രം ആക്ടിവിറ്റിയിൽ ഏർപ്പെടുക. പറയുന്ന ആക്ടിവിറ്റി അല്ല നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ മാറിക്കൊടുക്കേണ്ടി വരും. റെഡി? ക്ലിയർ ആണ് എല്ലാവർക്കും? റെഡിയാണോ? ടെൻഷൻ ഉണ്ടോ? യെസ്, ഒന്ന് ഒരുങ്ങണമെങ്കിൽ ഒരുങ്ങാം കേട്ടോ. എഡി സാർ ഓക്കെ അല്ലേ? വിസിലടിക്കുന്ന ബൊമ്മ എവിടെ? വിസിലടിക്കുന്ന ബൊമ്മ AK ബൊമ്മ. AK സാർ വിസിൽ. റെഡി? 1 2 3 സ്റ്റാർട്ട്. വലത്തെ കാലിൽ തൊടുക, ഇടത്തെ കാലിൽ തൊടുക, തലയിൽ 2 കൈ കൊണ്ടും തൊടുക. ആ ബോക്സ് എടുക്കരുത്. വലത്തെ മുട്ടിയിൽ തൊടുക, വലത്തെ ചെവിയിൽ തൊടുക. നോക്കണേ, ശ്രദ്ധിക്കണേ സാറ്, നോക്കണേ. ഞാൻ ആയുർവേദ ഹോസ്പിറ്റൽ പോലെ ഒന്ന് കുനിയുക, നിവരരുത്. ആ പെട്ടി എടുക്കരുത്. വലത്തെ കൈ കൊണ്ട് ഇടത്തെ മുട്ട് തൊടുക. പെട്ടി എടുക്കുക. ഒരേ ടീമാണ്. തകർത്തു 20 പോയിന്റ്. എത്ര റൗണ്ട് ഉണ്ട് ഇതുപോലെ? 3 റൗണ്ടുകൾ. ഇനി 2 റൗണ്ടും കൂടെ ഉണ്ട്. കുറച്ച് വേഗത്തിലാകും. ഈ ഒരു കാര്യം പറയണം, കാരണം ഇപ്പോൾ ടെസ്കസ് 20 പോയിന്റിന് മുന്നിട്ടിരിക്കുകയാണ്. ഒരു ടീമിൽ നിന്നും 2 പേരും 20 പോയിന്റ് നേടി മുൻപന്തിയിലാണ്. 10 പോയിന്റിന് മുന്നിലാണ്. അതെ, ഞാൻ എന്തേ മാറിപ്പോയിട്ടുണ്ട്. അതെ, മാക്സ് ബോക്സ് അതുപോലെ തന്നെ വെച്ചോളൂ. യെസ്, നിങ്ങൾക്ക് പൊസിഷൻ മാറണോ? അതൊക്കെ ബോക്സ് മാറ്റി വെച്ച് സെൻട്രൽ വെച്ചോ. തുടങ്ങല്ലേ? വിസിൽ വേണ്ട സാർ, സെയിം. നിങ്ങൾക്ക് മാക്സിമം സ്കോർ ചെയ്യാനുള്ള ഒരു അവസരമാണ്. റെഡി? 1 2 3. സാർ ഒന്ന് വിസിൽ അടിച്ചാൽ റെഡി? 1 2 3 സ്റ്റാർട്ട്. വലത്തെ കാലിൽ തൊടുക, ഇടത്തെ കാലിൽ തൊടുക, 2 കൈ കൊണ്ട് ചെവി തൊടുക, മൂക്ക് തൊടുക, നാവ് തൊടുക. അല്ല, ഒരു കുഞ്ഞു നിൽക്കാൻ പറഞ്ഞിരുന്നു. 4 പേർ. നമുക്ക് അങ്ങനെയാണ്. ഇവർ ഏതെങ്കിലും ഒരു പൊസിഷൻ നിന്ന് നമുക്ക് ചായ കുടിച്ചിട്ട് വന്നാലോ? ശരി, ഇത്ര നേരം സംസാരിച്ച് നാവെന്ന് കൈ നിൽക്കാൻ പറഞ്ഞു. റെഡി? 1 2 3 സ്റ്റാർട്ട്. 2 ചെവിയും കൈ കൊണ്ട് തൊടുക, മൂക്ക് തൊടുക, തല തൊടുക, കുനിയുക, പെട്ടിയെടുക്കുക. ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഒരു റൗണ്ട് കൂടി ഉണ്ട്, നടത്തണോ? അല്ല, ഒരു കാര്യം, കുഴപ്പമില്ല. നിങ്ങളുടെ ടീമിൽ നിന്ന് ഒരാളെ പാട്ട് പാടാൻ റെഡി ആയാൽ മതി. അതെ. ഒരാളെ പാട്ട് പാടാൻ റെഡി ആക്കിയാൽ പാട്ട് പാടി നമുക്കൊരു 0 പോയിന്റ് നേടാം. യെസ്, ലാസ്റ്റ് ആൻഡ് ഫൈനൽ റൗണ്ട്. നിങ്ങൾ അത്രയും ബാക്കോട്ട് പോകാൻ നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങളുടെ മക്കളെല്ലാവരും പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചോ. ഏഡിയുടെ ടീം അടിപൊളിയായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. യെസ്, റെഡി അല്ലേ? അതെ, വാസ്തുശാസ്ത്ര പ്രകാരം അതുകൊണ്ടാണ് തോൽക്കുന്നത്. നോക്കട്ടെ. ഇത് പഴയതല്ലേ? ചെറിയ മാറ്റമുണ്ട്. ഇതാണ് കാര്യം. ബോക്സ് അല്ല, ഫൈസൽ സാറിന്റെ മുഖത്ത് ഒരു വിഷമം കാണാനുണ്ട്. നമുക്ക് നോക്കാം. എന്ന് പറയുന്നുണ്ട്, നമുക്ക് നോക്കാം. അതെ, ഒരു പൊടിക്ക്. അതെ, ഓക്കെ അല്ലേ? റെഡി? 1 2 3 സ്റ്റാർട്ട്. ഇടത് കൈ കൊണ്ട് വലത് മൂക്ക് തൊടുക. ഇടത് കൈ. റെഡി? 1 2 3 സ്റ്റാർട്ട്. ഇടത് കൈ കൊണ്ട് വലത് ചെവി തൊടുക, മൂക്ക് തൊടുക, കുനിയുക, നിവരുക, വീണ്ടും കുനിയുക,
വലത്തെ മുട്ട് തൊടുക. ഇടത്തെ കൈ കൊണ്ട് മൂക്ക് തൊടുക. പെട്ടി എടുക്കരുത്. ഔട്ട് 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 ഔട്ട്. മൂക്കൊക്കെ ഒഴിവാക്കാം. കാര്യങ്ങൾ സ്പീഡാട്ടോ. എടുക്കാൻ പാടില്ല. റെഡി 1 2 3 സ്റ്റാർട്ട്. മൂക്ക് തൊടുക. ഇല്ല ഒരാൾക്കൊന്ന്. റെഡി 1 2 3 സ്റ്റാർട്ട്. കാലിന്റെ പാദം തൊടുക. റെഡി അല്ലേ? റെഡി 1 2 3 സ്റ്റാർട്ട്. വലത് കൈ ഇടത് കൈ കൊണ്ട് തൊടുക. എന്താ സംഭവം? ഓക്കെ, അടുത്ത. വലത്തെ കൈ കൊണ്ട് മൂക്ക് തൊടുക. ഇടത്തെ കൈ കൊണ്ട് ചെവി തൊടുക. കുനിയുക. നിങ്ങളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യവും ഒഴിവാക്കുക. സ്ട്രൈറ്റ് ആയി നിൽക്കുക. കുനിയുക. പെട്ടി തൊടരുത്. നേരെ നിൽക്കുക. പറയാൻ മാത്രമല്ല, സംസാരിക്കാൻ പറഞ്ഞില്ല. വിട്ടുകൊടുക്ക്. സംസാരിക്കാൻ പറ്റില്ല. വിട്ടുകൊടുക്കുന്നൊക്കെ അറിയാലേ. പെട്ടി എടുക്കരുത്. കുനിയുക. നിവരുക. ഔട്ടാക്കിയല്ലോ. ഇല്ലല്ല. ഓക്കെ. തല തൊടുക. ഒരു ചെവി വലത്തെ കൈ കൊണ്ട് തൊടുക. പെട്ടി എടുക്കരുത്. കുനിയുക. പെട്ടി എടുക്കുക. റൗണ്ടുകളിലൂടെ 60 പോയിന്റുകളാണ്. 60 പോയിന്റുകൾ. എല്ലാവരും ആ ഗ്ലാസ് ഒന്നത്. അയ്യോ ഒരു കാര്യം പറയാം. എഡിയും ടീമും സ്റ്റാർ ഡി ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. 60 പോയിന്റും 10 പോയിന്റുമായിട്ടാണ് ഇപ്പൊ രണ്ട് ടീമും ഉള്ളത്. ഒന്നും പറയാനില്ല. സാറേ ഇതിന്റെ 60 ഇരട്ടി, 6 ഇരട്ടി. അങ്ങനെ 10ാം ക്ലാസ് പറഞ്ഞ കാര്യം പൊട്ടുന്നില്ല. ബ്ലാസ്റ്റേഴ്സ് പൊട്ടി എന്ന് പറയാൻ വേണ്ടിട്ട് ഇപ്പൊ അതും പൊട്ടുന്നില്ല. അപ്പൊ ശോകഗാനം പാടാൻ നിങ്ങളുടെ ടീം റെഡിയല്ലേ? എന്നൊക്കെ നിങ്ങളുടെ ടീമിൽ നിന്ന് ഒരാൾ പാട്ട് പാടാൻ വിളിക്കാം. പിള്ളേരൊക്കെ കത്തിക്കാം സാറേ. യെസ്. ടീം തോറ്റു. അതെ, അത് മനസ്സിലാക്കാതെ. മൈക്കുണ്ട് സെറ്റാ. ആ ഏയ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവർക്ക് കൊടുത്ത 0 മാർക്ക് നിങ്ങൾക്കും തരികയാണ്. പാട്ട് അടിപൊളിയായിരുന്നു, പക്ഷെ മാർക്ക് കൊടുക്കാൻ നമുക്കൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് സാറേ എത്ര 60-10 അല്ലേ? 60 മാർക്ക്. അത് വീണ്ടും പറഞ്ഞ് നോവിക്കരുത് എന്ന് പറയുന്നുണ്ട്. കുഴപ്പമില്ല. ഞാൻ അപ്പോഴേ ചോദിച്ചത് അടുത്ത ഗെയിം കളിക്കണമെന്ന്.
അപ്പോൾ മറ്റൊരു കാര്യത്തോട്ട് കിടക്കുകയാണ്. വേറെ സമയം കളയുന്നില്ല. നമുക്ക് അടുത്ത 10 പേരെ സെലക്ട് ചെയ്യണമെന്ന് അടുത്ത 10 പേര് സെലക്ട് ചെയ്ത് നമ്മൾ വേഗം കിടക്കുകയാണ്. അടുത്ത 20 പേരെ 20 അല്ല അടുത്ത 10 പേര് 20 പേരെ നമ്മൾ കഴിഞ്ഞു. 20 പേര് കൂടി ബാക്കിയുണ്ട്. അതെ, അതിനെ മൂന്നാമത്തെ 10 നമ്മൾ കടക്കാനായിട്ട് പോവുകയാണ്. 30 പേരെ നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. യെസ്, അപ്പോൾ അതിന് മുൻപായിട്ട് നിങ്ങളുടെ അനിയനനിയത്തിമാർക്ക് ഇപ്പോൾ 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും ലൈവ് കാണുന്ന വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും ഉറപ്പായും നിങ്ങൾ മാത്രമായിരിക്കില്ല ഇപ്പോൾ ഈ ലൈവ് കാണുന്ന നിങ്ങളുടെ പാരൻസും കൂടി ആയിരിക്കും. എല്ലാവർക്കും വേണ്ടി എനിക്കൊരു കാര്യം പറയേണ്ടതുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായി നിങ്ങൾ ക്ലാസ് കണ്ടതിൻ്റെയൊക്കെ നിങ്ങളുടെ റിക്വസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്കും പ്രോഗ്രാം ഉൾപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഇതുവരെ പറഞ്ഞിരിക്കുന്ന പോലെയുള്ള ഒരു ഫീസ് സ്ട്രക്ചർ അല്ല നിങ്ങൾക്കുള്ളത്. അതായത് താഴെയുള്ള വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും 7ാം ക്ലാസ് മുതൽ താഴെയുള്ള വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും 499 രൂപ മാത്രമേ ഉള്ളൂ. അതായത് ഈ ബോർഡ് എക്സാംസ് നിങ്ങൾക്ക് അവസാനത്തെ ആ എക്സാം ആനുവൽ എക്സാമിന്റെ അവസാനത്തെ എക്സാം വരെയുള്ള മുഴുവൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരാനായിട്ട് പോവുകയാണ്. ലൈവ് ക്ലാസ്സിലൂടെ ആദ്യം മുതൽ എടുത്തു തരാനായിട്ട് പോവുകയാണ്. 7ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കും നമ്മൾ എൻഡ് ഗെയിം വെച്ചിട്ടുണ്ട്. ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആയിരിക്കും. ഈ എൻഡ് ഗെയിം മാത്രം മതിയായിരിക്കും നിങ്ങളുടെ മക്കൾക്ക് എല്ലാവർക്കും ഫുൾ മാർക്കും നേടാനായിട്ട്. ക്ലാസ് 7 മാത്രമല്ല, അടുത്ത നമുക്ക് ക്ലാസ് 6 കൂടെ പറയേണ്ടതുണ്ട്. വജ്ര ബാച്ച് എടുത്തു പറയേണ്ട ഒരു ബാച്ച് തന്നെയാണ്. കുഞ്ഞു കുട്ടികൾ കഴിഞ്ഞ കുറേ നാളുകളായി ലൈവ് ക്ലാസ്സിൽ വന്നിരിക്കുന്ന വിദ്യാർത്ഥികൾ ഉറപ്പായും +1 +2 10 9 എന്നൊക്കെ പറഞ്ഞാൽ കുട്ടികൾ തന്നെ സെലക്ട് ചെയ്ത വിദ്യാർത്ഥികൾ തന്നെയാണ് ആ ക്ലാസ്സുകൾ കാണുന്നത്. പക്ഷേ ഈ താഴെയുള്ള ക്ലാസ്സുകൾ 7 മുതൽ താഴെയുള്ള വിദ്യാർത്ഥികൾ എല്ലാവരും നമ്മുടെ ലൈവ് ക്ലാസ്സിൽ വന്ന് 1000കണക്കിന് വിദ്യാർത്ഥികൾ നമ്മുടെ ലൈവ് ക്ലാസ് വരുന്നുണ്ടെങ്കിൽ ഉറപ്പായും പാരൻസിന്റെ സപ്പോർട്ട് കൂടിയും പാരൻസിന്റെ നിർദ്ദേശം കൊണ്ട് തന്നെയായിരിക്കും. അവർ ക്ലാസ് കണ്ട് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ആ കുട്ടികൾക്ക് ക്ലാസ് റെഫർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് പോലും വളരെയധികം സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ നൽകുന്നത്. ഫുൾ മാർക്ക് ഉറപ്പിക്കുന്നതിനപ്പുറത്ത് ഒരുപാട് കണ്ടന്റ് അവർക്ക് ലഭിക്കുന്നതായിരിക്കും. അതെല്ലാം പാരൻസും അടക്കമുള്ള എല്ലാവരും കണ്ട് ബോധ്യപ്പെട്ടുള്ള കാര്യമാണ്. ഡെയിലി നമ്മുടെ സൈലം ആപ്പിനകത്തൂടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരുവാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇവരും നമ്മുടെ 9995400800 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അടുത്ത 10 നമ്മൾ കടക്കാനായിട്ട് പോവുകയാണ്. അവിടെ ടീം റെഡിയാണെന്ന് വിചാരിക്കുന്നു. ഒരു കാര്യം കൂടി എടുത്തു പറയാം. 7ാം ക്ലാസ്സിലെ കുട്ടികൾ 20,000 മുകളിൽ ആൾക്കാരാണ് ലൈവിൽ വന്നത്. അതാണ് ഞാൻ എടുത്തു ഇതൊരു ഭീകരമായിട്ടുള്ള സംഭവമാണ്. 20,000 സ്റ്റുഡൻസ് മാത്രമല്ല 20,000 പാരന്റ്സ് അവരെല്ലാവരും നോക്കി കണ്ട് ബോധ്യപ്പെട്ട അവരുടെ സർട്ടിഫിക്കറ്റ് ആണ് ആക്ച്വലി അത്രയും വ്യൂസ്. തീർച്ചയായും. യെസ്, നമുക്ക് അടുത്ത 10 കടക്കാം. പിന്നെ ആവാത്തവരുണ്ടെങ്കിൽ ഒരു കാരണവശാൽ നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ടതില്ല, സങ്കടപ്പെടേണ്ടതില്ല. മറ്റുള്ളവർക്ക് കൺഗ്രാജുലേഷൻ പറഞ്ഞിരുന്നവർക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് ഇപ്പോൾ മറ്റുള്ളവർക്ക് കൺഗ്രാജുലേഷൻ പറയാനായിട്ട് പോവുകയാണ്. തീർച്ചയായും അടുത്ത 10 നമുക്ക് കടക്കാം. ഓക്കെ, ഞങ്ങൾ റെഡിയാണ്. റെഡിയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ മൂന്നാമത്തെ 10 പേരാണ് സെലക്ട് ചെയ്യാൻ പോണത്. ഓക്കെ, സോ എല്ലാവരും കാത്തിരിക്കുകയാണ്. അപ്പൊ നമുക്ക് സ്പിൻ ചെയ്യാം. നോക്കാം ആരാണ് ഫസ്റ്റ് ആ ലക്കി ആയിട്ടുള്ള ആൾ ആരാന്ന് നോക്കാം. ആരാണ്? അജിനാസ് ആണ്. വേഗം കമന്റ് ചെയ്യാം. അജിനാസ് ഉണ്ടെങ്കിൽ വേഗം കമന്റ് ചെയ്യാം. അടുത്തത് ആരായിരിക്കും ആ രണ്ടാമത്തെ ഭാഗ്യശാലി? മക്കളെ വേഗം കമന്റ് ചെയ്തോ. അജിനാസ് കൺഗ്രാജുലേഷൻസ് ട്ടോ. അപ്പൊ ആരാണ്? കമന്റ് ചെയ്യാട്ടോ മക്കളെ, ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. മൂന്നാമത്തത് അപ്പൊ ഈ നാലാമത്തെ നിങ്ങൾക്ക് സ്പിൻ ചെയ്യാൻ തരാം ഞാൻ. ഓക്കെ, അപ്പൊ മൂന്നാമത്തെയാണ് ആരാണ്? കമന്റ് ചെയ്യാം. ഗുഡ് ജോബ്. ഓക്കെ, നീ സ്പിൻ ചെയ്യുന്നുണ്ടോ? സ്പിൻ ചെയ്യോ? ഞാൻ സ്പിൻ ചെയ്താണ്ടോ. ഓക്കെ, ഇത് നാലാമത്തെ അല്ലേ? ഇത് നാലാമത്തെയാണ്. നാലാമത്തെയാണ്. ഓക്കെ, നാലാമത്തെ ലക്കി വിന്നർ ശ്യാമിത. ഓക്കെ, ഇനി അഞ്ചാമത്തെ സ്പിന്നാണത്. കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മുഹമ്മദ് റാസി. മക്കളെ എല്ലാവരും കമന്റ് ചെയ്യാട്ടോ. കമന്റ് ചെയ്യാം. ഓക്കെ, ആറാമത്തെ സ്പിന്നിലേക്ക് പോവാണ്. അതിൽ നീ ഇങ്ങോട്ട് നിൽക്കുന്നു, സ്പിൻ ചെയ്യാമോ? ആറാമത്തെ ആരാണ്? ഓക്കെ, ദേവഗംഗ. മോളെ കമന്റ് ചെയ്യാട്ടോ. ഓക്കെ, ഇനി ഏഴാമത്തെ ആളാരാണ്? നിഹാര. എട്ടാമത്തെ ആളാണ്. മക്കളെ എല്ലാവരും കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേര് ഇതിലുണ്ടെങ്കിൽ വേഗം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യൂ കേട്ടോ. ശ്രീനിവാസ് ചന്ദ്ര. മക്കളെ കമന്റ് ചെയ്യാട്ടോ. ഇത് ലൈവ് കണ്ടോണ്ടിരിക്കുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ഓക്കെ, ഇനി ആരെങ്കിലും പേര് വന്നില്ലെങ്കിൽ ഒരു ടെൻഷനും വേണ്ട. ഇനി 2 സ്പിന്നും കൂടി ഉണ്ട് നമുക്ക്. ഇത് എട്ടാമത്തെയാണ്. കാർത്തിക. ഇതാണ് ഇപ്പൊ 9ാമത്തെ ആള്. ഓക്കെ, ഇനി 10ാമത്തെ നമ്മുടെ ലാസ്റ്റ് ആളെ നോക്കാണ്. ആരായിരിക്കും മക്കളെ കമന്റ് ചെയ്തേ? അപ്പൊ നമ്മൾ അടുത്ത 10 പേരെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, കൺഗ്രാജുലേഷൻസ്. അപ്പൊ സാർ നമ്മുടെ മൂന്നാമത്തെ
ആ 10 മിനിറ്റ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. മതി സാർ എന്തോ കാര്യമായിട്ട് എടുക്കാൻ പോയിട്ടുണ്ട്. അടുത്ത പണിയാണോ എന്താണ് സാറേ? മതി സാറേ റെഡിയാണ്. ഒരുപാട് കാർഡുകളൊക്കെ ആയിട്ടാണല്ലോ എന്തോ കാര്യമായിട്ട്. ഈ ഗെയിമിന് പ്രത്യേകത ഉണ്ട്. ഇവർക്ക് പോയിന്റ് വളരെ പിന്നോക്കമായതുകൊണ്ട് തന്നെ ഈ ഗെയിമിൽ നമ്മൾ ഓരോന്നിനും 20 പോയിന്റ് വെച്ചാണ് കൊടുക്കാനായിട്ട്. അങ്ങനെ എന്നിട്ടും അവരെ നേടില്ല എന്ന വാശിയിലാണ് അവര് മുഴുവൻ വാങ്ങിച്ചാൽ പോലും ഞങ്ങളെ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് അഹങ്കരിക്കുന്ന കുറച്ച് പേരുണ്ട്. കാണാം, പൊളിക്കണം, ബ്ലാസ്റ്റേഴ്സ് തകർക്കണം. പക്ഷേ ഈ ഗെയിം എന്ന് പറയുന്നത് പലർക്കും പരിചയമുള്ളൊരു ഗെയിം തന്നെയാണ്. എന്താണ് സാർ പറഞ്ഞോളൂ. ഈ ഗെയിം ഡംഷാസ് എന്ന പേര് വിളിക്കാം. പറയാൻ കുറച്ച് പാടുപെട്ടു ഞാൻ. അത് അവിടെ നിന്ന് പഠിക്കുകയായിരുന്നു. സൈലന്റ് ആക്കിയാൽ മതി. അപ്പോ ഇവിടെ കുറച്ച് ഫിലിമിന്റെ പേരാണ്, മലയാള സിനിമകളുടെ പേരാണ് കൊടുത്തിരിക്കുന്നത്. അത് ആക്ട് ചെയ്ത് കാണിച്ചു കൊടുക്കണം. ഒരു ടീമിൽ നിന്ന് നമ്മൾ 2 ആളെ ആയിരിക്കും വിളിക്കുന്നുണ്ടായിരിക്കുക, ഓപ്പോസിറ്റ് നിന്ന് വിളിക്കുക. അപ്പോൾ റാൻഡം ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ ആ 2 പേരെയും ഇങ്ങോട്ടേക്ക് വിളിക്കാം. നിങ്ങളുടെ ടീമിൽ നിന്ന് 2 ആൾ വരിക, ഇവരെന്താ ഈ കുഞ്ഞുങ്ങൾ എന്തൊക്കെയാ പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഒന്ന് മൈക്ക് വെക്കൂ. മൈക്ക് പറയുന്നുണ്ട്. മൈക്ക് കൊടുക്കൂ. ക്യാപ്റ്റ പാണ്ടിലോറിക്ക് കിട്ടുന്ന പേര് പറയണ്ട, അങ്ങനല്ല. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഫിലിമിന്റെ പേര് കാണിച്ചാൽ ഓക്കെ റാൻഡം ആയിട്ട് വെച്ചാൽ ഞങ്ങൾ അവിടെ തന്നു നിങ്ങളൊന്നും പറയാൻ നിൽക്കരുത്. അതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഒരാൾ തിരിഞ്ഞു നിൽക്കണം, ഒരാളെ സെലക്ട് ചെയ്യുന്നു, നേരെ ക്യാമറയിലോട്ട് പേര് കാണിക്കുന്നു. ക്യാമറയിൽ എല്ലാവരും വായിച്ചതിന് ശേഷം, ഇവിടെയുള്ള എല്ലാ ആൾക്കാരും വായിച്ചതിന് ശേഷം ആ കാർഡ് പിടിച്ചിരിക്കുന്ന ആൾക്ക് ഇത് അറിയത്തില്ല. ഓക്കെ, അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് എന്ത് ചെയ്യാം, അത് വായിക്കാം. ഇപ്പോൾ ഇങ്ങനെയാണ് പിടിച്ചിരിക്കുന്നതെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അത് വായിക്കാം. ആ വായിച്ച ആള് ആക്ട് ചെയ്തിട്ട് പറഞ്ഞു കൊടുക്കണം ഇങ്ങനെ കയ്യിൽ എന്താ പിടിച്ചിരിക്കുന്നുള്ളത്. ക്ലിയർ ആണ്? നിങ്ങൾ പറഞ്ഞ കാര്യം ക്ലിയർ ആണ്? 3 തവണ നോക്കട്ടെ, പോയിന്റുകളുടെ അടിസ്ഥാനത്തിൽ അവർ ജയിക്കുന്നവരെ നമ്മൾ കളിച്ചുകൊണ്ടിരിക്കും. ഇല്ല, 2 വെച്ച് നമുക്ക് നോക്കാം. പിന്നെ ആവേശത്തിലാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഒന്ന് തരാം. നിങ്ങൾക്ക് 2 പേർക്ക് ഓരോ ചാൻസ് ആണ് തരുക. നിങ്ങൾക്ക് 2 പേർക്ക് ഓരോ ചാൻസ് തരും. ആവേശത്തിലാണ് നമുക്ക് അടുത്ത് വിട്ടു. റെഡി 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 അല്ലേ? ഓക്കെ അല്ലേ മക്കള്? മക്കളെ ഓക്കെ, കമന്റ് ഇടാൻ പറയുന്ന. അതെ, നിങ്ങൾ ഏതെങ്കിലും ഒന്ന് എടുത്തോളൂ. ആരെടുക്കുക? ആരെടുക്കുക? തിരിഞ്ഞ് നിൽക്കപ്പോ തിരിഞ്ഞ് നിൽക്ക്. അല്ലല്ലോ, അത് മോശമല്ല. ഞാൻ നോക്കാൻ പാടില്ല. നീ നോക്കാൻ പാടില്ല, നിങ്ങൾ നോക്കാൻ പാടില്ല. അല്ല, ഇവൻ നോക്കിക്കൂടെ? ഇവൻ നോക്കാൻ അങ്ങനെ പറഞ്ഞോട്. ഇവനെ നെഞ്ചോട് ചേർത്ത് പിടിക്കും. നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ, കുഴപ്പമില്ല. പറയാൻ വിളിക്കും. അല്ല ഇനി കണ്ണ് തുറക്കും. ഇത് നോക്കാറില്ല, അത്രേ ഉള്ളൂ. അല്ല, ഇത് നമ്മൾ വാങ്ങിച്ചാ പോരെ? അല്ല, ഇത് പിടിച്ചോട്ടെ പിടിച്ചോട്ടെ. ഇജ് പിടിച്ചോ. അറിയാതെ നോക്കിയാലേ നോക്കി അടി കിട്ടും. നോക്കിയാ പോയിന്റ് കിട്ടത്തില്ല. ഇവിടെ പോ. ആ ടൈം ഉണ്ട്, നമുക്ക് 1 മിനിറ്റ് ടൈം. വെച്ചോളൂ, 1 മിനിറ്റ്. റെഡി, 1 2 3. മിണ്ടരുത്. സിനിമയായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യമാണ് കാണിക്കാൻ. കുഴപ്പമില്ല, എന്ത് കാണാൻ. ആ പേര് പറയരുത്. റെഡി, 1 2 3 സ്റ്റാർട്ട്. അതെന്താ? കിങ് ഓഫ് ഇതിന് വേറെന്തോ ഡബിൾ മീനിങ്ങിനെ കുറിച്ച് വർത്താനം പറഞ്ഞ കാര്യത്തിലായിരിക്കും. വേറെ പ്രശ്നമുണ്ട്. ഇവൻ ബുദ്ധി വായിച്ചു. എന്താ അവിടെ കണ്ണാടി. ഞാൻ പറഞ്ഞിരുന്നോ? അങ്ങനെ ഉണ്ടാവില്ല. ഇത് വേറെന്താ സാറേ? അതെ, ഒരു രഹസ്യം പറയണേ. ആര് കേൾക്കണ്ട അവിടെ മൈക്കിൽ കറക്റ്റ് മൈക്കിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്. ആരും കേട്ടില്ലല്ലോ. പക്ഷെ എന്നാലും സാറേ, ഭീകരൻ എന്ന് പറഞ്ഞ ഉഗ്രൻ എത്ര 2-3 സെക്കൻഡ് അല്ലേ വേണ്ടി വന്നല്ലോ. അതെന്താ കാര്യം? എന്ത് സാധനം എന്താ ഇപ്പോഴും എന്താ കിങ് എന്താ കൊട്ടാൻ? സിനിമയിലെ വല്ല ഇതാണോ? ഞാൻ പടം കണ്ടില്ല. കാണാൻ ഞാൻ ആ പേര് മാറ്റിയോ? ആ പേര് മാറ്റിയോ? ഇതിൽ വെച്ചോ? അല്ലോ, ഞങ്ങളിപ്പോ നോക്കണല്ലോ. ഇത് മാറ്റി. ശരി, ഇത് നിങ്ങളാണ്. നിങ്ങൾ വരൂ. യെസ്, നിങ്ങൾ വന്നിട്ട് 1 മിനിറ്റ് ഫോൺ
യെസ് 80-10. ഇനി ഒരു 5 എണ്ണമാണുള്ളത്. 5 ചെയ്ത് വേണം. അതങ്ങനെ വെച്ചിട്ട് അല്ല ഇങ്ങനെ റെഡി. എല്ലാവരും കാണിച്ചോ സർ. സ്റ്റോപ്പ് വെച്ച് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യാം. യെസ് എല്ലാവരും കാണിക്കും. ഓയ് അല്ല ഇതിപ്പോ എന്താ സംഭവിച്ചേ? ഇതിപ്പോ ഈ കണ്ടില്ലേ? ഇതവള് കണ്ടില്ല. കുഴപ്പമില്ല. റെഡി 1 2 3 സ്റ്റാർട്ട്. സ്വിച്ച് മാറിപ്പോയി. വെള്ളം കോരുക. കിണറ്റിന് വെള്ളം കോരാ. മൊയില്. മാമയില്. ആന ആന. ഓ വാവ്. അജഗജാന്തരം. ചിന്നമ്പഴ. വേറെ ആനേനെ വേറെ എന്താണെന്നറിയാമോ? ഇല്ല കുഴപ്പമില്ല. ടൈം നോക്കുന്നുണ്ട്. പേടിക്കണ്ട. അല്ല കുറച്ചും കൂടെ എൻഗേജിങ് ആണെങ്കിൽ പോവാ. അങ്ങനെ ആന വെള്ളം കുടിച്ചു. ആന വെള്ളം കുടിക്കുന്ന ഒരു പടമുണ്ടോ? 2 അക്ഷരേ ഉള്ളോ? 2 വേർഡേ ഉള്ളൂ. ഓക്കെ. ഫസ്റ്റ് വേർഡ് കാണിച്ചോ. കാണിച്ചു മനസ്സിലായില്ല. അമ്മച്ചി. നിഷ്കളങ്കമായ കുട്ടിയാ. ആയില്ലടാ. എന്തെങ്കിലും കാണിക്കണം. കല്ല്. കുടിക്കുന്നതിന് ദാഹം. വേറെ എന്താണ് കുടിക്കുന്നതിന്? വേറെ ഷോഡ. ടൈം ഔട്ട് ആയില്ലേ? എന്താ കുടിക്കാൻ? സോഡ പോലെ വേറെ കറക്കുന്ന കണ്ടില്ലേ? അപ്പോൾ അവരെ തോൽക്കാൻ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ആവേശത്തിലാണോ? നമുക്ക് ആളെ മാറ്റണ്ടല്ലോ. ഇല്ലല്ല നോക്കട്ടെ. ഒരു പോളി വേറെ ഇവർക്ക് മാറ്റണമെങ്കിലും മാറ്റിക്കൂടെ? വരണമെങ്കിൽ വരാം കേട്ടോ. നിങ്ങളുടെ ടീമിൽ നിന്ന് ആർക്ക് വേണമെങ്കിലും വരാം. ഇവർ രണ്ടുപേരുമാണെന്ന് പറഞ്ഞു. നിങ്ങളുടെ ടീമിൽ നിന്ന് ആർക്ക് വേണമെങ്കിലും വരാം. കാരണം തയ്യാറാണ്. നോക്കിയാ ഇല്ല. എന്തോ എനിക്ക് ഇങ്ങോട്ടോ ഇങ്ങോട്ടോ. അപ്പൊ കേട്ടോ ജയിക്കും. അടിയപ്പേര് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ടാസ്ക് കൂടെ തരാം. നോക്കട്ടെ ഇവരുടെ പെർഫോമൻസ് ഒക്കെ നോക്കാം. സാർ ഞാനൊരു എടാ ഇങ്ങോട്ട് ഒരു കാര്യം കൂടി ചോദിക്കാണ്. വേണമെങ്കിൽ ഇതിന്റെ പോയിന്റ് വേണമെങ്കിൽ നോക്കി. ഒരു പോയിന്റ് ആയിട്ട് ചുരുക്കാം നമുക്ക്. ഇപ്പൊ 20 പോയിന്റാണല്ലോ കൊടുത്ത്. ഡിഫറൻസ് കൂടിയാണല്ലോ. 10 100 200 ഇപ്പൊ നോക്കാനല്ലോ. എന്താ 100 പോയിന്റ് അല്ലേ? 10 ഒരു വിഷയമില്ല. ശരി നിങ്ങളുടെ ടീമെന്ന് നിങ്ങൾ രണ്ടുപേർക്ക് വരാം. അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു വരാം. കുഴപ്പമില്ല. മതി വരും. ഗ്ലാസ് നോക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല. നൈസായിട്ട് അവിടുന്ന് ഗ്ലാസ് നോക്കാന്ന്. ശരിയാ. ബിസ്ലാമിസ് പറയുന്നുണ്ട് ഈ എടുക്ക് ഞാൻ അഭിനയിക്കാം. മറ്റേ വെള്ളിമുങ്ങൽ അഭിനയിച്ചതിന്റെ പരിചയത്തിലാണ്. അത് ഇവിടെ നടക്കാതെ നോക്കാം. പ്രശസ്ത സീരിയൽ താരം അങ്ങനെ കൊടുക്കണ്ട. തിരിച്ചു കൊടുത്തോളൂ. ഇത് കിട്ടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതും കിട്ടിയില്ലെങ്കിൽ പണി നിർത്താം. കൊച്ചു കൂടി കയറുന്നുള്ളൂ. റെഡി 1 2 3 സ്റ്റാർട്ട്. എന്റെ മുഴുവൻ കഴിവുകളും ആവാഹിച്ചുകൊണ്ട് ഗോപുരം 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 ഗോപുരം. കിങ് ഓഫ് പടത്തലവൻ. പഴശ്ശി കാട് ജീവിതം. പോട്ടെ പോട്ടെ പോട്ടെ. സമയാവറ പോക്കിരി രാജ.
എന്തോ പ്രശ്നമുണ്ട്. അത് സിനിമയാണല്ലേ? ഓ എല്ലാ രാജ ബാഹുബലി രാജ പോരട്ടെ, ഓരോ രാജാക്കന്മാരും പോരട്ടെ. എടാ 10 രൂപ മാർക്ക് വാങ്ങിക്കോട്ടെടാ, 20 മാർക്ക് വാങ്ങിക്കോട്ടെടാ. ഒന്നിന് പോയ രാജ നിർത്തല്ലേ? നോക്കട്ടെ, ഒരു 10 സെക്കൻഡ് സമയം തരാം. 10 സെക്കൻഡ് റെക്കോർഡ് ചെയ്തു. 10 സെക്കൻഡ് ഇതെന്താ? ഞെട്ടിപ്പിച്ച് കളഞ്ഞു. ഇത്രയും സമയമെടുത്ത് ഞെട്ടിപ്പിച്ച് കളഞ്ഞു. ആശ്വാസത്തിന്റെ 2 മഴത്തുള്ളികൾ. അതായത് ഒരു കാര്യം കൂടാതെ ഒരുപാടുള്ള കുറച്ചും കൂടെ കഷ്ടമുള്ള ഒരു പേരുള്ള സിനിമയുണ്ട്. ആ സിനിമ ഞാൻ എടുത്തു തരാം. കണ്ടുപിടിച്ച് എന്നെ ആരും അറിയരുത്, എനിക്ക് അടിപൊളി. പക്ഷെ അതൊന്ന് കാണിക്കുന്നുണ്ട്. ആ ബിൽഡപ്പ് പറയില്ലേ? പറഞ്ഞു പോയി പറഞ്ഞോട്ടെ, നോക്കട്ടെ, എനിക്കത് കണ്ടുപിടിക്കും. നിങ്ങൾ എങ്ങനെ പറയാൻ നോക്കാനുള്ള ആകാംക്ഷ കൊണ്ട് വിളിച്ചതാണ്. പക്ഷെ ഇതിന് പോയിന്റ് ഇല്ല. നിങ്ങളുടെ പെർഫോമൻസ് കാഴ്ചവെക്കാൻ വേണ്ടി പ്ലീസ്. ഞാൻ സംസാരിക്കുന്നുണ്ടോ? പ്ലീസ് ഞാൻ സംസാരിക്കട്ടെ. പോയിന്റ് ഇല്ല. ശരി മയക്കുവാണോ ഉണ്ടല്ലേ? സാർ ഇത് വായിക്കാൻ അറിയില്ല സാർ. വായിച്ചാ മുട്ടുന്നുണ്ടോ? ഓക്കെ, ബക്കറ്റ് എവിടെ? വെയിറ്റ്. ഭാരം കനം നടുവേദനയാണ് എനിക്ക്. കഷ്ടം കണ്ടാരാമക്ഷരം അതാണ് എനിക്ക് വേണ്ടത്, അതാണ് എനിക്ക് വേണ്ടത്. യെസ്, അണ്ടകട വേറെയില്ല, അതൊന്നല്ല. കടന കടോരം ഒന്നും പറയല്ല. അന്തസായി നേടിയ പോയിന്റ് തന്നെയാണ്. കഠിന കടവർ അണ്ടകട. ഇവിടുന്ന് കാണാൻ പറ്റുന്നു. വായിച്ചോക്കൂ, ഇത് കണ്ടുപിടിച്ച ഞാൻ പോയിട്ടില്ല. എല്ലാ കള്ളിയെയും പുറത്താക്കിക്കൊണ്ട് ഞങ്ങൾ കഷ്ടപ്പെട്ട് നേടിയതാണ്, ഞങ്ങൾ ഞങ്ങളുടെ കഴിവ് കൊണ്ട് നേടിയതാണെന്ന് തെളിയിച്ചതിനു ശേഷമാണ് ടീമിന്റെ പേരെന്താ പോയിരിക്കുന്നത്. മുഴുവൻ പോയിന്റുകളും എല്ലാവരും നോട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 2 ടീമിനും കിട്ടിയ പോയിന്റുകൾ നിങ്ങൾ എത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ടോ നമുക്ക് അറിയേണ്ടതുണ്ട്. ഈ 2 ടീമിനും കിട്ടിയിരിക്കുന്ന പോയിന്റുകൾ അതത് ടീമിന്റെ എല്ലാവരും പോയിന്റുകൾ വിട്ടേക്ക്. റെഡി റെഡി റെഡി. എത്രയാണ്? 100ഉം 30. പോലെ ഒന്നും പറയാനില്ല. നമുക്ക് ഒട്ടുന്ന സമയങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത 10 റൂട്ട് കിടക്കാം. യെസ്, തീർച്ചയായിട്ടും സ്റ്റേജു. സോറി, ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൂയി ഉണ്ടോ? സൂയി അതല്ലേ? പാട്ട് പാടണം. മറോ ഇത് ഇവർക്ക് തന്നെ പറ്റൂ സാറേ. അതെ, പൊളി ടീമാണെന്നുള്ള കാര്യം വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആവേശത്തിലാണ് മുഴുവൻ ടീമുകളും. അവിടെ മൊത്തത്തിൽ ഒരു സങ്കടത്തിന്റെ ഒരു ഫീലാണ്, ഒരു മരണവീരന്റെ ഒരു ഫീലടിക്കുന്നുണ്ട്. എങ്കിലും നിന്നെ പിന്നെ കണ്ടോളാം. അടുത്ത 10 റൂട്ട് കൂടെ കടന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? നേരെ ബാക്കി കാര്യങ്ങളോട്ട് കണക്കാം. തീർച്ചയായിട്ടും. ഇനി അവസാന 10 അല്ലേ സാറേ? ഇതാക്കണ ഇതുവരെ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പ്രതീക്ഷ കൈവിടരുത്. കാരണം പ്രതീക്ഷക്കുള്ള 10 ആൾക്കാരും കൂടി വരാൻ പോവാണ്. നമുക്ക് എന്ത് ചെയ്യാം? വേഗം തന്നെ നമുക്ക് അടുത്ത കുറച്ച് കാര്യങ്ങൾ. ഇനി എത്രാം ക്ലാസ്സിലുള്ള കുട്ടിയൊക്കെ സാർ? താഴത്തെ മക്കൾ 4, 5 മക്കളുള്ള കുട്ടികളുണ്ട്. നമ്മൾ 6 വരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. 5ാം ക്ലാസ്സിലെയും 4ാം ക്ലാസ്സിലെയും വേണ്ട മക്കൾക്ക് എല്ലാവർക്കും വേണ്ട സാധനങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കുക മക്കളെ, പൃഥ്വി ബാച്ചിലുള്ള വിദ്യാർത്ഥികൾ എല്ലാവരും ബാച്ചിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ടായിരിക്കില്ല. 5ാം ക്ലാസ് പഠിക്കുന്ന ടീമിന്റെ സൈലത്തിന്റെ ബാച്ചിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പറയുന്നതാണ് പൃഥ്വി ബാച്ച് എന്ന് പറയുന്നത്. യെസ്, അവർക്കും എൻജി ഗെയിമിന്റെ പ്രോഗ്രാം ഉണ്ട്. 499 രൂപ മാത്രമേ ഉള്ളൂ. ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ടായിരിക്കും. 4ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, 4ാം ക്ലാസ്സിലെ
വിദ്യാർത്ഥികളും എല്ലാവരും തന്നെ കഴിഞ്ഞ കുറേ നാളുകളായി ലൈവ് ക്ലാസ്സിൽ നിന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയുമുള്ള മുഴുവൻ ക്ലാസ്സുകളും വളരെ രസകരമായ രീതിക്കാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, കാണും നിങ്ങൾ അതെല്ലാം തന്നെ. കാരണം +1 +2 അല്ലെങ്കിൽ 10th 8 9 10 വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്ന ക്ലാസ്സുകൾ പോലെയല്ല തൊട്ട് താഴെയുള്ള ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് നമ്മൾ കൊടുക്കുന്നത്. വളരെയധികം രസകരമായിട്ടുള്ള ടീച്ചേഴ്സ്, പാരൻസ് പോലും കുറേ നേരം നോക്കിയിരുന്ന് പോകുന്ന അങ്ങനെയുള്ള ക്ലാസ്സുകളാണ് റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ലൈവ് ക്ലാസ്സുകളും അങ്ങനെ തന്നെ ആയിരിക്കും. ചെറിയ കുഞ്ഞുങ്ങൾ ആ ക്ലാസ് കണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ എത്രത്തോളം രസകരമായ രീതിക്കായിരിക്കണം ആ ടീച്ചേഴ്സ് പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ടോപ്പിക്കിന് അപ്പുറത്ത് കുറേ കാര്യങ്ങൾ അവർ പറയുന്നുണ്ടായിരിക്കും. അത് 490 മാത്രമേ ഉള്ളൂ ഇനിയുള്ള അവസാനത്തെ എക്സാം വരെയുള്ള കാര്യങ്ങൾക്ക്. ഇന്ന് നമുക്ക് വേഗം സമയം കളയാൻ നമുക്ക് എന്ത് ചെയ്യാം, ഒരുപാട് വിദ്യാർത്ഥികൾ കാണിക്കുന്നത് അവസാന 10 ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആ അവസാന 10 വിദ്യാർത്ഥികളെ കൂടെ നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. യെസ്, ഓക്കെ സാർ, അപ്പൊ നമ്മൾ അവസാനത്തെ കൊമേഴ്സിലെ അവസാനത്തെ 10 പേര് സെലക്ട് ചെയ്യാൻ പോകുന്നത് മിസ് പിൻ ചെയ്തോ? ഈ 10ലെങ്കിലും വരണേന്ന് വിചാരിച്ചിരിക്കുന്ന ആ 10 പേര് ആരൊക്കെയാണ് നമുക്ക് നോക്കാം. ആര്യാണ്. യെസ്, അടുത്തത് അടുത്ത ആള് കേട്ടോ. അവസാനത്തെ 10ലെ രണ്ടാമത്തെ ആൾ ആരാണ് നോക്കാം. കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കറങ്ങുന്നുണ്ട്. എന്താണ്? അടുത്തത് ഇത് മൂന്നാമത്തെ അല്ലേ? മൂന്നാമത്തെ ആളാണ്. കറങ്ങുന്നുണ്ട്. അതെ, നാലാമത്തെ ആളാണ്. നാലാമത്തെ ആളാണ്. മക്കളെ നിങ്ങൾ കിട്ടുന്നവരൊക്കെ കമന്റ് ചെയ്തുകൊണ്ടിരിക്കുക. സോ ഇനി കറങ്ങുന്നതിന്റെ ഇടയിൽ ഒരു കാര്യം കൂടെ, നിങ്ങളിത് എന്തായാലും സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് താഴെ കാണുന്ന ലിങ്കിൽ അത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അഞ്ചാമത്തെ ആളാണ്. അതെ, ഒരു മിനിറ്റ്. അടുത്ത 5 ആളെ കൂടെ സെലക്ട് ചെയ്യുന്ന തൊട്ട് മുൻപായിട്ട് ചെറിയൊരു പരിപാടിയും കൂടെ ഉണ്ട്. യെസ്, ഒന്ന് വെയിറ്റ് ചെയ്യണേ. യെസ്, അവസാന 5 പേരിലൂടെ നമ്മൾ കടക്കാനായിട്ട് പോവുകയാണ്. നിങ്ങളിപ്പോൾ തീരുമെന്ന് വിചാരിച്ചിരിക്കുന്നതായിരിക്കില്ല, അങ്ങനെ വിടാൻ പ്ലാനില്ല, പറ്റിച്ചു. അതെ, JKയുടെ കിടിലനായിട്ടുള്ളൊരു മിമിക്രി ഉണ്ട്. അതെല്ലാം അവസാന ഭാഗത്തോട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. JK സാർ, ഒന്നിങ്ങോട്ട് വരിക. പക്ഷെ വരുമ്പോ ക്ലാപ്പ് അവരും അടിച്ചു കേട്ടോ, ഭയങ്കര ആവശ്യമാണ് അവരും. ചെറിയൊരു വോയിസ് സ്റ്റേജിലെ ഒരു പാട്ട് പാടാം. സൂപ്പർ. എല്ലാവരും സൈലന്റ് ആണ്. വേറെ ഇതേപോലത്തെ ജാനകിയുടെ ഒരു പഴയ പാട്ട് തന്നെയാണ്. ഈ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഒരു സൗണ്ട്, പക്ഷെ എല്ലാവർക്കും അത് മനസ്സിലായിക്കണമെന്നൊന്നും അറിയില്ല. അപ്പൊ എന്ത് ചെയ്യാ, സൗണ്ട് കാണിക്കുക. ഞാൻ ഐഡന്റിഫൈ ചെയ്യട്ടല്ലേ? ഇവര് മാത്രല്ല മക്കൾക്കും. ഓക്കെ മക്കൾക്ക് അറിയുമെന്നറിയില്ല, ഞാൻ ട്രൈ ചെയ്തു അത്രേ ഉള്ളൂ. ഇവിടെ അഫ്നാസും ഷാഹിദും നിങ്ങളെപ്പോൾ വരുന്നുവോ എപ്പോൾ പോകുന്നുവോ ഒന്നും ഞങ്ങൾ അന്വേഷിക്കാറില്ല. തീർച്ചയായും കാണണമെന്ന് പറയുകയാണ്. ഗംഭീരം എന്നല്ലാതെ മറ്റൊന്നും തന്നെ പറയാനില്ല. അടിപൊളിയായിരുന്നു മിമിക്രി എന്ന് പറയുന്നത്. ആക്ച്വലി ശരിക്ക് നമ്മുടെ LK സാർ ഇവിടുന്ന് സംസാരിക്കുന്ന പോലെ തന്നെ ഉണ്ടായിരുന്നു. കണ്ണടച്ച് കേട്ടാൽ അതുപോലെ ആകെ തോന്നിയിട്ടുള്ളൂ ആ ചിരി വന്നിടോ. അത് വരില്ല, അത് ആൾക്ക് മാത്രമേ വരില്ല. ഇനി നമുക്ക് അടുത്ത 5 പേരിലോട്ട് കടക്കേണ്ടതുണ്ട്. അടുത്ത 5 പേരിലോട്ട് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇവിടെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ, ഗെയിമിന്റെ ഫുൾ സെറ്റപ്പാണ്. എന്തൊക്കെയാണുള്ള കാര്യം, ഒരുപാട് ജെംസ് ഉണ്ട്, ചോക്ലേറ്റ് ഒക്കെ എടുത്ത് പോകുന്ന ആളുണ്ട് ഉണ്ടല്ലേ. അപ്പൊ അടുത്ത 5 പേരെ കൂടെ സെലക്ട് ചെയ്തതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നേരെ ഗെയിമിലോട്ട് കിടക്കാം. ഓക്കെ, അടുത്ത 5 പേരെ സെലക്ട് ചെയ്തു. അടിപൊളി JK സാറിന്റെ ഒരു അടിപൊളി മിമിക്രി കഴിഞ്ഞു. അപ്പൊ നമുക്കിനി ബാക്കിയുള്ള അവസാനത്തെ 5 പേരും കൂടെ വേഗം നോക്കാം അല്ലേ. യെസ്,
അപ്പൊ ആരാണ് അവസാനത്തെ 5 പേരിൽ വരാൻ പോകുന്ന ആ 5 പേര് നോക്കാം. ആദ്യത്തെ സ്നേഹ. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ രണ്ടാമത്തെ ആളെ നോക്കാൻ പോവാണ്. രണ്ടാമത്തെ 7ാമത്തെ ആളാണ് അവിടെ. ആണോ? 7 ഓക്കെ. ശ്രീലക്ഷ്മി എസ് ആണ്. ശ്രീലക്ഷ്മി എസ്. അങ്ങനെയാണെങ്കിൽ ഇനി മൂന്നാമത്തെ 8ാമത്തെ അല്ലേ? 8ാമത്തെ. അപ്പൊ മൂന്നാമത്തെ ആളാണ്. ജസ്റ്റ് നമുക്ക് 3 ആൾക്കാരും കൂടെ ബാക്കിയുള്ളൂ. 2 ഖദീജ സനാന. യെസ്. ഇനി 4ാമത്തെ ആളാണ്. അവസാനത്തെ 2 പേരിൽ 39. സ്വപ്ന. അപ്പൊ ഇനി അവസാനത്തെ ആളല്ലേ? അവസാനത്തെ ഭാഗ്യശാലി ആരാണ് നമുക്ക് നോക്കാം. എല്ലാരും ഇങ്ങനെ കാത്തിരിക്കരുത്. അവസാനത്തെ ഞാനവിടെ ഒരുപാട് കറങ്ങുന്നുണ്ട്. അഖിരൂപാണ് നമ്മുടെ അവസാനത്തെ 40ാമത്തെ ആള്. അപ്പൊ എല്ലാ വിന്നേഴ്സിനും കൺഗ്രാറ്റ്സ്. എല്ലാവരും ഈ പറഞ്ഞ മാതിരി തന്നെ ഈ നമ്പറിലേക്ക് നിങ്ങൾ ഈ സ്ക്രീൻഷോട്ട് എടുക്കുക. എന്നിട്ട് താഴെ കാണുന്ന ലിങ്കിലേക്ക് ഈ ഫോട്ടോസ് എല്ലാം അപ്ലോഡ് ചെയ്യാം. ഓക്കെ സാർ, കഴിഞ്ഞു. മറിയ സാർ അങ്ങനെ കഴിക്കാണല്ലോ എണ്ണം കുറഞ്ഞു. അങ്ങനെ ആവേശകരമായിട്ടുള്ള 40 പേരെ എന്താക്കിയിരിക്കുകയാണ്, സെലക്ട് ചെയ്തിരിക്കുകയാണ്. എല്ലാ മക്കൾക്കും കൺഗ്രാറ്റുലേഷൻ. നിങ്ങൾ എല്ലാവരും പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താഴെ കാണിക്കുന്ന നമ്പറിൽ എല്ലാവരും വാട്സപ്പ് ചെയ്യുക. ആ നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്യുന്നതിന് അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം കണക്ട് ചെയ്യും. വെരിഫിക്കേഷന് ശേഷം ഈ സാധനങ്ങളെല്ലാം നിങ്ങളുടെ അഡ്രസ്സിലോട്ട് നിങ്ങളുടെ വീടുകളിൽ എത്തിച്ചേരുന്നതായിരിക്കും. എല്ലാ മക്കളും ചെയ്യേണ്ട കാര്യം അതാണ്. ദെൻ അവസാനത്തെ ഗെയിമിലോട്ട് കടക്കുകയാണ്. മക്കളൊക്കെ വൻ ആവേശത്തിലായിട്ട് അടുത്ത ഗെയിം എന്താണെന്ന് ഇവർക്ക് ആർക്കും predict ചെയ്യാൻ പറ്റില്ല. മഴയും കാണുന്നുണ്ട്. ഈ 40 പേർ ഞാൻ കിട്ടില്ല എന്നുള്ള കാര്യം, അവസാനം വരയ്ക്കും സംഘടന കിട്ടുന്നില്ല എന്നുള്ള കാര്യം കൂടെ ഒരുപാട് ഗിഫ്റ്റ് ഒക്കെയാണ് ഇനി വരാനായിട്ട് ഇരിക്കുന്നത്. ഓരോ ദിവസവും നിങ്ങൾക്ക് ഇനി പെരുമഴയായിരിക്കും. ഗിഫ്റ്റിന്റെ പബ്ലിക് ലൈവ് വരുന്നതിനോടനുസരിച്ച് ഒരുപാട് സമ്മാനങ്ങൾ നിങ്ങളെയായിട്ട് കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും പേരെ സെലക്ട്, ഓരോ ക്ലാസ്സിൽ നിന്നുമാണ് നമ്മൾ ഈ 40 പേരെ സെലക്ട് ചെയ്യുന്നത് ഓർക്കണം. ഓക്കെ, അപ്പോൾ എല്ലാ ക്ലാസ്സും 40 വരുമ്പോൾ വലിയൊരു എമൗണ്ട് ഓഫ് സ്റ്റുഡൻസിനാണ് നമ്മളിത് കൊടുക്കുന്നത്. ശരി, അവസാനത്തെ ഗെയിമിൽ നമുക്ക് കിടക്കാം. അവർക്ക് കിട്ടിയില്ല എന്ന് വിചാരിക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സിനെ ആലോചിച്ചാൽ മതി. ചെറിയ സങ്കടം മാറി കിട്ടും. പക്ഷെ അവർക്ക് അവരിനി കരുത്തരായിട്ട് തിരിച്ചു വരാനുള്ള ഒരു ഗെയിമാണ് ഇവിടെ ഉള്ളത്. തിരിച്ചു വരാനുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ കൊടുക്കുന്നത്. നിലവിൽ ഇവിടെ 100 പോയിന്റും 30 പോയിന്റുമാണ് ഇരിക്കുന്നത്. എങ്ങനെ ഓടിയാലും എത്തിപ്പെടാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ഗെയിം മുന്നിലോട്ട് വരുന്നത്. ഇഷ്ടം പോലെ പോയിന്റ് എടുക്കാൻ പറ്റും. ഇവിടെ രണ്ട് ടൈപ്പ് ചോക്ലേറ്റ് ആണ് വെച്ചിരിക്കുന്നത്. ഒന്ന് ജെംസ് വെച്ചിട്ടുണ്ട്, പിന്നെ ഒന്ന് കച്ച മാംഗോ. ഈ കച്ച മാംഗോന് 20 പോയിന്റും ജെംസ് മിഠായിക്ക് 10 പോയിന്റുമാണ്. എന്താണ് ടാസ്ക് എന്നുള്ളത് പറഞ്ഞുതരാം. ഞാൻ അഭിനയിക്കാം, വെക്കുന്നില്ല. ഇനി മറിയായിട്ട് ഇങ്ങോട്ട് ചോദിക്കാം, പോയിന്റ് കുറയ്ക്കണോ കൂട്ടണോ തീരുമാനിക്കാൻ. എടാ ഊക്കി വിട്ടെങ്കിൽ മതി. കരുത്തരായിട്ട് തിരിച്ചു വരണം. യെസ്, ഇവിടെ നിന്ന് ഓരോ ടീമിൽ 2 ആൾക്കാർ വരും. ഒരു ടീമിൽ 2 ആൾ, മറ്റേ ടീമിൽ 2 ആൾ വരുന്നു. ഇത് സ്ട്രോ ഉപയോഗിച്ചുകൊണ്ട് നല്ലപോലെ ഉള്ളിലോട്ട് വലിച്ചെടുക്കുക. ഈ ചോക്ലേറ്റ് ക്യാമറ എടുത്ത് പറ്റേ വളരെ ചാടുള്ളൂ. ചാടണമല്ലോ, ക്യാമറയും ചാടട്ടെ, ജംസും ചാടണേ. 5 പോയിന്റ്. ഇപ്പോൾ 5 പോയിന്റ്. അതിന്റെ കുറച്ചും കൂടെ ഹെവി ആയിട്ടുള്ള ചോക്ലേറ്റ് ആണ് ഇത്. അതുകൊണ്ട് 5 10 പോയിന്റ്. 10 പോയിന്റ് സാർ. ഒന്ന് കുറച്ചും കൂടെ ഹെവി എണ്ണ വെച്ചിട്ടുണ്ട് വണ്ടി ഓട്ട്. അപ്പൊ 20 പോയിന്റ് എടുക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ പെട്ടെന്ന് കിട്ടണമെന്നില്ല. അതാ പോണം. ശ്വാസതടസ്സം ഏർപ്പെടും. വലിച്ചിട്ട് സ്റ്റക്കായിട്ട് അങ്ങനെ നിൽക്കരുത്, എയറിലാവും. വലിക്കുന്നവരെല്ലാവരും ഇതൊരു ചെറിയ മത്സരം മാത്രമാണ് വിചാരിക്കുക. ജീവൻ മരണ പോരാട്ടമാക്കി മാറ്റരുത് എന്നുള്ള എല്ലാവരും അറിയിക്കുകയാണ്. ഇത് 20 പോയിന്റ് 10 പോയിന്റ് കൂടെ ഓർമ്മിപ്പിക്കുന്നു. ടീമിനെ ഇങ്ങനെ വിളിക്കുകയാണ്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കാം. പാത്രം ഒന്നും എടുക്കരുത്. അല്ലാതെ അപ്പുറത്ത് പറഞ്ഞ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. പോയിന്റ് കൂട്ടാം. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും വലിച്ചെടുത്ത് നിങ്ങൾക്ക് പരിപാടി ശ്രദ്ധിക്കണം. ഇങ്ങനെ ഇത് പറ്റൂല കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നവരെ ഏത് ടീം ആൾക്കാർ ശ്രദ്ധിക്കുക. എങ്ങനെ അങ്ങനെ ഇവിടെ അന്നാ പറയാ മണ്ടന്മാര്. അതൊക്കെ ബുദ്ധിപരമായി നിൽക്കും. നിങ്ങൾക്ക് ഈ ട്രയൽ വന്നിക്കായിരുന്നില്ല. അതെ, അങ്ങനെ നിങ്ങൾക്ക് ജയിക്കണ്ട എന്ന് അത് ഞാൻ തന്നെ പറഞ്ഞു തരണം. എന്ത് പറയുന്നു. ഓക്കെ, 2 ആൾക്കാർ വരും. ആരൊക്കെയാണ് ആ 2 പേര്? നമ്മുടെ പ്രിയപ്പെട്ട മനോ സാറും അക്ഷയ് സാറുമാണ് എന്റെ മോനെ. അതെ, ഇവരധികം ക്യാപ്റ്റൻ ഇറങ്ങിയിരിക്കുകയാണ്. ക്യാപ്റ്റൻ ഇറങ്ങി. ഇവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാൻ. കാരണം ഇവിടെ ഉറപ്പായും ശ്വാസകോശത്തിന്റെ ടെസ്റ്റ് ആണ് നടക്കുന്നത്. വലിയ ശ്വാസകോശം വെക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് എയർ ഉള്ളിലോട്ട്
എന്തിനാ വന്ന് വയറിൽ നല്ലപോലെ എയർ നിറച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതെ സാർ മത്സരിക്കാം. ഞാൻ മിണ്ടാണ്ടെങ്കിൽ രഹസ്യം മനസ്സിലായില്ലേ? ബയോളജി ഞാൻ ആ ദിവസം ലീവായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് പറയാനുള്ള കാര്യം നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? എന്താണ് ചെയ്യാനുള്ള കാര്യമൊക്കെ ക്ലിയർ അല്ലേ? ഇതാണ് അവസാനം. അത് എത്ര ചോക്ലേറ്റ് വേണമെങ്കിലും എടുക്കാം. ട്രൈ ചെയ്താൽ മതി. ഒന്ന് മാറി അതാ നല്ലത്. ക്ഷമയും കൊടുന്നോ, ക്ഷമയും കൊടുന്നോ. അല്ല പൈസ കിട്ടൂല. അങ്ങനല്ല കേട്ടോ, ഞാൻ ഇതൊരു ഷെയിമിങ് ആയിട്ട് കാണരുത്. ഇത് ഇങ്ങോട്ട് നിൽക്കടാ. അല്ലല്ല, അത് നിങ്ങൾക്ക് അത് കയ്യിൽ തൊടാൻ പാടില്ല, തൊടാൻ പാടില്ല. അവർ ചോക്ലേറ്റ് എടുത്ത് വെക്കരുത്. 20 പോയിന്റ് എടുക്കുമ്പോൾ സമയം നഷ്ടമാണെന്നുള്ളത് ആലോചിക്കുക. ബുദ്ധിപരമായ നീക്കത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്നതാണ്. ഇപ്പൊ 130 കിടക്കുന്നത്. വിസടിക്കാനുള്ള ബൊമ്മ സാറേ, നമ്മൾ ചില ചോദ്യ പേപ്പറിൽ ഓപ്ഷന്റെ കൂടെ ഒരു ബന്ധമില്ലാത്ത കുറച്ച് ചോദ്യങ്ങൾ കാണല്ലേ, അതേപോലെയാണ് 3 പൈപ്പ് എന്ന് വെച്ചാൽ 3 എടുക്കണം എന്നില്ല കേട്ടോ. ഏതെങ്കിലും ഒന്ന്. ഞാൻ എന്താ വിചാരിച്ചത് വിചാരിച്ചു. അവസാനമുള്ള അതുമായി. ഓക്കെ 4 തുടങ്ങാം. റെഡി? നമ്മൾ AK സാറ് തുടങ്ങിയില്ല. 1 മിനിറ്റ്. എത്ര മിനിറ്റ്? ഇവര് ജയിക്കുന്നവരെ നമുക്ക് കളിക്കാം. 2.5 മിനിറ്റ്. 2 മിനിറ്റ്. എന്റെ സ്റ്റോപ്പ് വാച്ച് പണ്ടേ സ്റ്റോപ്പായി. റെഡി സാർ ഫോണിൽ വെച്ചു. റെഡി. റെഡി 1 2 3 സ്റ്റാർട്ട്. എന്താണ് സംഭവിക്കുന്നത്? എന്താണ്? ശ്വാസകോശ സ്പോഞ്ച് പോലെയാണ്. വളരെയധികം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. കൈകൊണ്ട് ഒന്നും ട്രൈ ചെയ്യാം. 20 പോയിന്റുകൾ മാത്രം പിടിക്കാനുള്ള ലക്ഷ്യമായിട്ട് ക്യാമറ കണ്ണുകൾ NFKയുടെ ഭാഗത്തോട്ട് നീങ്ങാണ്ടാണ്. ക്യാമറ കണ്ണുകൾ ഷെമീമും NFKയും മാരകമായുള്ള പോരാട്ടങ്ങളിലേക്കാണ്. എന്ത് സംഭവിക്കും? എന്റെ വാച്ച് 1 മിനിറ്റ് കൂടിയുണ്ട്. 1 മിനിറ്റ് കൂടിയുണ്ട്. ഷെമീമും NFKയും കൂടി കര കാറ്റുമോ? കര കാറ്റില്ലേ? എന്താണ് സംഭവിക്കുന്നത് സുഹൃത്തുക്കളെ? നമ്മുടെ ഷമീം സാർ നമ്മുടെ ജംസിൽ മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ നാറ്റു സാർ 20 പോയിന്റിലെ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. അക്ഷയ് സാറും മനോസ് ഇതൊരു കടുത്ത പോരാട്ടമായിരിക്കും. വെറും 40 സെക്കൻഡ് കൂടി ബാക്കി. 40 സെക്കൻഡ് കൂടി ബാക്കിയിരിക്കെ. കൈ തട്ടിപ്പോണ്ടേ, മറിഞ്ഞാൽ കിട്ടൂല. കൈ ആരും തട്ടിപ്പോണ്ട. മറിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എണ്ണാൻ പോലും കഴിയില്ല. മനോ സോർ യെസ്, തകർത്തെറിഞ്ഞിരിക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നത്? 20 സെക്കൻഡ് മാത്രം ബാക്കി നിൽക്കെ കളിയുടെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നിൽ ആ വിജയ പ്രതീക്ഷകൾ കാണുന്നുണ്ട്. യെസ്, ടെസ്കേഴ്സ് വളരെ പ്രതീക്ഷയോട് കാത്തിരിക്കുകയാണ്. ഇതെന്ത് സംഭവിക്കുമെന്ന്? 9 സെക്കൻഡ്, 8 സെക്കൻഡ്, 7 സെക്കൻഡ്, 6 സെക്കൻഡ്, 5 4 3 2 1 0. കളി. സൂപ്പർ. ഇത് കുറച്ച് കഷ്ടപ്പെടും സാർ. നമ്മളെ വിചാരിച്ചതിനേക്കാൾ ആവേശകരമായിട്ടുള്ള ഇത് ഭീകരമാണ്. ഇത് അതത് ടീമിന്റെ ഒന്ന് മാറ്റി വെച്ചേക്ക്. ഇത് രണ്ടും ഒരു ടീം. ഷമീം സാർ അല്ലയോ? ഇത് രണ്ടും ഒരു ടീം. ഒന്ന് മാറ്റി നമുക്കൊന്ന് കൗണ്ട് ചെയ്യാം. ബാക്കിയുള്ള ചോക്ലേറ്റ് സൈഡാക്കി വെച്ചോളൂ. ഇതൊന്ന് തീരുമാനാക്കാൻ പോവാണ്. നിങ്ങൾ ഇവിടെ കാത്തിക്കാൻ, നിങ്ങൾ പോയിക്കോളൂ. അവരൊക്കെ നമുക്ക് അവരുടെ മുന്നിൽ ഞങ്ങൾ വരും. അവരുടെ മുന്നിൽ നിന്നോ സാറേ, ഇത് വേണോ? അല്ല, ഓരോ ടീമിന്റെ പ്രത്യേകം പറയാൻ നമുക്ക് നോക്കാം. അങ്ങനെ അത് മതി. ഓക്കെ. മാരകമായിട്ടുള്ള ഒരു നമുക്ക് ആദ്യം ചോക്ലേറ്റ് ആദ്യം നമ്മൾ ഇത് തന്നെയാലോ? ആദ്യം മുട്ടായികളാണ്. ഇതൊന്നും മാറ്റി വയ്ക്കാം. ഓക്കെ, എനിക്ക് കേട്ടോ സാറേ. 2 3 ഞാൻ നോക്കാം. ഓക്കെ, നിങ്ങളതെല്ലാം നോക്കുന്നത്. 3 2 5 5 2 7 9 11 13 15 17 19 21. വെയിറ്റ് ചെയ്യാം. ആ കണക്ക് കൂട്ടാൻ അറിയുന്ന ആക്കാനും കണക്ക് കൂട്ടണേ. അല്ല, ഞങ്ങൾ പറയാം. കഴിഞ്ഞിട്ടില്ല. 36 ഇത് കൂടി കുട്ടികളെ കഴിഞ്ഞില്ല. നിശബ്ദരാവും.
37, 38, 39, 40, 41, 42, 43, 44, 45, 46, 47, 48, 49. 490-ഉം 420-ഉം അതാണ് ടെസ്കേഴ്സ്. ടെസ്കേഴ്സിന്റെ കയ്യിലുള്ളത് മാത്തമാറ്റിക്സ്. അല്ല പറയാ ഇതിന്റെ പറയാം. ഇതൊക്കെ അല്ലേ, ആർക്കും സംശയമൊന്നുമില്ലല്ലോ. ഇനി അടുത്ത എണ്ണാൻ പോവുകയാണ്. ആർക്ക് സംശയമൊന്നുമില്ലേ പറഞ്ഞ എന്തോ കള്ളത്തരം ചെയ്യണം പോലെ. സാറേ എണ്ണിക്കോളൂ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14. മഞ്ജു പറയുന്നുണ്ട്. 22, 23, 24, 25, 26, 27, 28, 32, തോൽവിയുടെ ആഘാതം കുറയുന്നു. 55, 56, 57, 58, 59, 60, 61, 62, 63, 64, 65, 66, 67, 68, 69, 70, 71, 72, 73, 74, 75, 76, 77, 78, 79, 80, 81, 82, 83, 84, 85. 850 കേട്ടോ. 85. നല്ല ടെൻഷൻ ഉണ്ട്. 1, 2, 3, 4, 5, 6, 7, 8, 9, 180. എത്ര പറഞ്ഞ 85, 850, 180. 1060. കത്തൊക്കെ കേട്ടപ്പോ നേരത്തെ 30 ജസ്റ്റ് 1060. എനിക്ക് തോന്നുന്നത് ഈ ചെറിയൊരു ട്വിസ്റ്റ് കളിയിലേക്ക് വന്നിരിക്കുകയാണ്. വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു ഇത് സർപ്രൈസ് ആയി പോയല്ലോ സാറേ. നമുക്ക് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ കണക്ക് കൂട്ടുന്ന ഗ്യാപ്പിൽ നമ്മളൊരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക്കാണ്. നമുക്ക് നോക്കാം. അവസാനമായിട്ട് നമുക്കൊക്കെ പോയിന്റ് നോക്കിയിട്ടുണ്ട്. എത്ര നോക്കാം. യെസ് യെസ് യെസ്. അവിടെ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുന്നു. എന്താണ് ശ്രമിച്ചത്? 30 പോയിന്റ് തങ്ങാനും. യെസ് യെസ് യെസ്. ചെറിയൊരു ട്വിസ്റ്റിലേക്ക് കളി വരികയാണ്. ഇതേതാ ഫൈനല്? നേരത്തെ 100 ഇല്ലേ? നേരത്തെ 100 മാത്രം മാറിയില്ല. എന്താണ് ഫൈനൽ റിസൾട്ട്? NFK ഒന്നല്ല. ആരാ പറഞ്ഞേ? വളരെ മാരകമായിട്ടുള്ള അല്ല സീരിയസ്ലി വളരെ മാരകമായിട്ടുള്ള ഒരു ട്വിസ്റ്റിലേക്ക് കളി വരുന്നില്ല. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ടീം ഒയ്യോ ഇഞ്ചോട് ഇഞ്ച് എന്ന് പറഞ്ഞാൽ ഇതാണ്. 1000 പോയിന്റുമായിട്ട് 2ാം സ്ഥാനത്തും. ടോട്ടൽ ഒരു കൂട്ടം 850, 30 ആടിയുണ്ട്. 1030, 180. 850, 180. അതാണ് 1030. നേരത്തെ 20 പോയിന്റ് 30ആണ്. അപ്പൊ 1060 ആവും. ഇവർക്ക് ഇത് 910. എങ്ങനെ? ഏത് 910? നിങ്ങളുടെ 910. നേരത്തെ 90. ഇനിയിപ്പോ 100 ആവുകയാണെങ്കിലും 1110 ആവുള്ളൂ. 40 പോയിന്റിന് ആണ്. നേരത്തെ 30. 850, 180. പോയിന്റ് കുറവ്, ഇവിടെ ഒരു പോയിന്റ് കുറവ്. കൂട്ടിയാൽ അത് എന്തായാലും സെയിമാണ്. 2-ൽ 10 കുറവുണ്ടെന്നാണ്. സെറ്റാണ് സെറ്റാ. മിഠായികളൊക്കെ എടുക്കാം. ഉള്ളിൽ സങ്കടം ഉണ്ടിട്ടോ. ഇനി കണക്കിന് ആർക്കെങ്കിലും പ്രശ്നങ്ങളുണ്ട് എങ്കിൽ കണക്കിന് അതായത് അപ്പീൽ കൊടുക്കാവുന്നതാണ്. അതായത് നിങ്ങൾ ആരും ഞെട്ടേണ്ടതില്ല, ഒന്നും ചെയ്യണത്. പക്ഷെ അവസാന സമയത്ത് ചെറിയ പോയിന്റിന്റെ വ്യത്യാസത്തിലാണ് ഭീകരം. ഈ അവസാനം മത്സരിച്ചവർ അടിപൊളിയായിട്ട് തന്നെ ഇവർക്ക് എന്തോ ഡാൻസ് കളിക്കാണ്ടെന്ന് പറഞ്ഞു. ആണോ? എങ്കിൽ തന്നെ എന്ത് ചെയ്യാം? ജയം തോന്നിയൊന്നും അല്ല കാര്യങ്ങളും തോറ്റെടുക്കുന്ന സങ്കടമുണ്ട്. എന്നാലും ഞങ്ങൾ ജയത്തെ ആഘോഷിക്കുന്നു. ഞങ്ങൾ എതിരാളികളെ കൃത്യമായി ബഹുമാനിക്കുന്നു. എന്നാലും തൊട്ട് മുമ്പ് ഒരു ചെറിയ ഡാൻസ് കളിക്കുമ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ഫാൻസ് ഒക്കെ ഉണ്ടാവും. ഞങ്ങൾ ഡാൻസ് കളിക്കുന്നു.
അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അവരെ ബ്ലാസ്റ്റേഴ്സ് ക്യാമറ കാണുന്നില്ലല്ലോ ആരും ക്യാമറ കാണുന്നില്ല. ടീച്ചേഴ്സ് ആണ് സംയമനം പാലിക്കേണ്ടതാണ്. തോറ്റ അവസരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് കൂടെ നിങ്ങൾ കേൾക്കാം. ക്യാമറ കണ്ണുകൾ ഇങ്ങോട്ട് വരട്ടെ. മുന്നോട്ട് ചെല്ലും. ഈ പറയാനുള്ളത് നിങ്ങളോടാണ്. ഞങ്ങൾ ഒരാളുടെയും ആനുകൂല്യം കൈപ്പറ്റിക്കൊണ്ടല്ല ഒരു പോയിന്റ് പോലും നേടിയിട്ടുള്ളത്. ഒരാളുടെയും ഒരു ജഡ്ജിന്റെയും ആനുകൂല്യം ഉണ്ടായിരുന്നില്ല. അൺബയാസ്ഡ് ആയിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് ഇവിടെ നടന്നിട്ടില്ല. ഇവിടെ ജഡ്ജസ് തന്നെ ഈ ടീമിന്റെ അവസ്ഥ കണ്ടിട്ട് ആദ്യത്തെ 3 റൗണ്ടിലും വെറും 30 പോയിന്റ് മാത്രം നേടിക്കൊണ്ട് തോറ്റ് നിൽക്കുന്നത് കണ്ടിട്ട് അവർക്ക് ജയിക്കാൻ വേണ്ടിയുള്ള അവസരം ജയവും പരാജയവും ഉണ്ടാവും. ഈ ക്ലാസ് അല്ലെങ്കിൽ ഈ ഒരു ലൈൻ എനിക്കൊരു 30 സെക്കൻഡ് കുട്ടികളോട് പറയാനുള്ളത് ഇപ്പോ ഞങ്ങളിവിടെ തോറ്റു നിൽക്കുന്ന ആളുകളാണ്. ഇതുപോലെ ആഗ്രഹിച്ച് നേടാൻ കഴിയാതെ വിഷമിച്ചിരിക്കുന്ന കുട്ടികളുണ്ടാകും. അവരോടാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങളുടെ മുന്നിൽ ഇനിയും സമയമുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് സൈലത്തിന്റെ ഈ ബാച്ചുകളെല്ലാം. ഇനിയുള്ള 2 മാസം ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പരിശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് A+ നേടിക്കൊണ്ട്, നിങ്ങൾ തോറ്റപ്പോൾ ഞങ്ങളെ കൂടി വിളിച്ചതുപോലെ നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞപ്പോ നിങ്ങളെ കളിയാക്കിയവർക്ക് മറുപടി കൊടുക്കാനുള്ള അവസരം ഇല്ല. നോക്കൂ, എല്ലാം എഡി സാർ പറഞ്ഞത് കറക്റ്റ് ആണ്. പക്ഷെ എഡി സാർ ടീം തോറ്റില്ല. ഇങ്ങനെ സങ്കടപ്പെടുകയാണ് നമ്മൾ. കാര്യപരിപാടികൾ ഇവിടെ വെയിറ്റ് ചെയ്യാണ്. ഒന്നറേഞ്ച് ചെയ്യുക. ഗിഫ്റ്റ് കിട്ടിയ ഗിഫ്റ്റ് എവിടെ? ഗിഫ്റ്റ് മാധവ് സാർ. ജയിച്ച ടീം ബ്ലാസ്റ്റേഴ്സ് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ഉറക്കെ കരഞ്ഞുകൂടെ? അപ്പൊ നമ്മൾ ഗംഭീരമായി തന്നെ നമ്മുടെ മുഴുവൻ മത്സരങ്ങളും കഴിഞ്ഞിരിക്കുകയാണ്. നെറ്റിയൊക്കെ പൊട്ടി ആവേശത്തിലായിട്ട് അപ്പൊ ആവേശത്തിൽ ആരോ കേക്കിൽ കയ്യൊക്കെ പോയിട്ടുണ്ട്. അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ന്യൂ ഇയർ സെലിബ്രേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. കുട്ടികളടക്കം എല്ലാവരും വളരെയധികം ആവേശത്തിലാണ്. കമന്റ് ബോക്സിൽ മുഴുവൻ ഉണ്ടായിരുന്നത് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. ഇവിടെ ഞങ്ങൾ പ്രതീക്ഷനേക്കാൾ കിടിലനായിട്ടാണ് ഈ ഒരു പ്രോഗ്രാം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. JK ഒക്കെ പറയേണ്ട കാര്യം, JK മിമിക്രി LK സാർ കണ്ടിട്ട് LK സാർ അത് കണ്ടതിന് ശേഷം അടിപൊളിയായിട്ടുള്ള കാര്യം അറിയിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വളരെയധികം സന്തോഷം. അതൊക്കെ നമ്മൾ ഞെട്ടിപ്പിക്കുന്ന പുതിയ പുതിയ കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ നിങ്ങളോടെ കയ്യിൽ നിന്ന് വരുന്നു. അതൊന്നും സാധ്യത ഇല്ലാതില്ല. അപ്പൊ ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞവർ ആരോ ഗ്യാപ്പിൽ കയ്യൊക്കെ എടുത്തിട്ട് പോയിട്ടുണ്ട്. അപ്പൊ കേക്ക് നമ്മൾ മുറിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം നമ്മൾ അവസാനിപ്പിക്കാനായിട്ട് പോവുകയാണ്. നമ്മുടെ ശ്രുതി മിസ് പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് അഴകായിട്ട് കേക്ക് മുറിക്കാമായിരുന്നു. കേക്കില്ല എന്നാണോ പറയുന്നത്? മിസ് പാടും നമ്മൾ കേൾക്കും. റെഡി റെഡി കൈ പിടിച്ച് പാടി. കുഴപ്പമില്ല. കേക്ക് കവർ ചെയ്യും. യെസ് പാടിക്കോളൂ.
അപ്പൊ നമ്മുടെ സൈലത്തിലെ ഞങ്ങളുടെ ബ്ലാസ്റ്റേഴ്സ് പരാജയത്തിൽ നിന്നും വിജയത്തിലേക്ക് വന്നപ്പോ ഞങ്ങൾ ആ പരാജയത്തെ ചിരിച്ചുകൊണ്ടായിരുന്നു നേരിട്ടത്. അതേപോലെ തന്നെ ഞങ്ങളെ പരാജയങ്ങളെ എല്ലാം നേരിടുന്നത് ഇങ്ങനെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു അല്ലെ? അപ്പൊ നമുക്ക് മണിച്ചേട്ടന്റെ ഒരു പാട്ട് പാടി ഓടേണ്ട ഓടേണ്ട സൂക്ഷിച്ചാൽ ചോറുണ്ട് പച്ചമീൻ ചാറുണ്ട് ഉച്ചയ്ക്ക് ഉണ്ണാനായി വന്നോട്ടോ. ഇനി ഞങ്ങൾ ചെക്കന്റെ വീട്ടിൽ എല്ലാവർക്കും കൂടാവുന്നതാണ്. മുറിച്ചിരുന്നെങ്കിൽ നമുക്ക് വേഗം പോകാനും. എല്ലാവരും വന്നു നമ്മുടെ വീട്ടിലെ കാരണവരും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് പാലക്കാട് പറഞ്ഞു പുതിയ വർഷമാണ് പ്രായം കുറഞ്ഞ കാരണവരും. സാർ ഈ നിമിഷത്തിൽ കേക്ക് മുറിക്കാനല്ലാതെ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, പിന്നെ ആട് മുറിക്കാൻ പറ്റില്ലല്ലോ. അത് ഈ ദിവസം പറയാൻ പറ്റിയ കാര്യമാണ്. സാർ എല്ലാവരും കൈ പിടി. ഞാനൊക്കെ എങ്ങനെയൊക്കെ വിളിക്കാം? കട്ടുപാറത്തിലുള്ള കൈയിട്ട് വരാല്ലേ? ഈ കണക്കറിയാവുന്ന ആൾക്കാരൊന്നും മുറിക്കണം. മുകളിലുള്ള സാധനങ്ങളൊക്കെ എടുക്കാം. അപ്പൊ ബാക്കി ഇവരുടെ ഈ ആക്രമണം നിങ്ങൾ ആരും കാണരുത്. ക്യാമറ കട്ടിയതിനു ശേഷം ഞങ്ങളായിട്ട് മാറാനായിട്ട് പോവുകയാണ്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, ഒരുമിച്ച് ഒരു ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞിട്ട് നമ്മുടെ മക്കൾ എല്ലാവരോടും, മുഴുവൻ വിദ്യാർത്ഥികളോടും, ഞങ്ങളെ ക്ലാസ്സുകൾ കാണുന്ന കേരളത്തിലെ എല്ലാ വിദ്യാർത്ഥികളോടും പേരൻസിനോടും എല്ലാവരോടും പറയാനുള്ളത് സാറേ ഒരു പരിപാടി ഫംഗ്ഷൻ കുറെ നേരം ഞാൻ ട്രൈ ചെയ്തു. 1 2 3 ഹാപ്പി